Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. Welcome to our editorial session. എൻ്റെ പേര് Rintu Sebastian. എല്ലാ ദിവസവും 8 മണി മുതലുള്ള സെഷനാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ലേറ്റ് ആണ്. I'm so sorry for that. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റെഗുലർ സെഷനാണ്. നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ഒരു സെലക്റ്റഡ് ആർട്ടിക്കിൾ, 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ആ ആർട്ടിക്കിളിലെ വൊക്കാബുലറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വിടുന്നു. ആൻഡ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നു. നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ റീഡിംഗ് എബിലിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാനുള്ള ഒരു സെഷനാണ്. ഓഫ് കോഴ്സ് അത് ജനറൽ അവയർനെസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒരു ഡെയിലി ബേസിസിൽ ഫോക്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ടിൻ്റെ ഇതാണ്: ദ ബെസ്റ്റ് പ്രിപ്പറേഷൻ ഫോർ ടുമോറോ ഈസ് ഡൂയിങ് എ ബെസ്റ്റ് ടുഡേ. നാളെ എന്താവുമെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല. നമ്മളിപ്പോഴും ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ നാളത്തെ ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാം. ബി ഇൻ യുവർ ബെസ്റ്റ് ബിഹേവിയർ ഓർ ഡു യുവർ ബെസ്റ്റ് ടുഡേ. ഇന്ന് നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അത് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു മുതൽക്കൂട്ടാവും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെപ്റ്റംബർ 1 തീയതിയാണ്, ഒരു പുതിയ തുടക്കം. അപ്പോൾ നമുക്ക് ഇന്ന് അറിയാലോ, നമുക്കിനി പുതിയ നോട്ടിഫിക്കേഷൻസ്, പുതിയ എക്സാംസ് ഒക്കെ വരുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ക്ലോസ് ആവുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലോട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ക്ലോസ് ആകുമ്പോഴാണ്, ആപ്ലിക്കേഷൻ ക്ലോസ് ആക്കാൻ പോവാണ് 4 തീയതി. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യുന്നവരൊന്നും മറക്കാതെ ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനിടയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കണം, അത് മറക്കണ്ട. അപ്പോൾ നമുക്ക് 2 ആർട്ടിക്കിൾ വന്നിരിക്കുന്നതിൽ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏഷ്യ കപ്പിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. നമുക്കറിയാം, ഏഷ്യ കപ്പ് കൊണ്ടുവന്ന് തന്നെ ഏഷ്യയിലുള്ള രാജ്യങ്ങളുടെ എല്ലാ ഒരു അത്ലറ്റിക് ആൻഡ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഹോസ്റ്റിലിറ്റീസ്, തമ്മിൽ ഇന്ത്യ പാകിസ്ഥാൻ പോലെയുള്ള ഹോസ്റ്റിലിറ്റീസും കാരണങ്ങളെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന് അബൌട്ട് ഏഷ്യ കപ്പ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഏഷ്യ കപ്പിനെ ഇന്ത്യ ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും പാകിസ്ഥാനൊക്കെ നോക്കി കാണുന്നത് വരാൻ പോകുന്ന വേൾഡ് കപ്പിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുന്നു. അത് മാത്രമാണ്. അതാണ് ഇവിടെ ഇന്നത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ അബൌട്ട് ചൈന ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് നെയ്ബേഴ്സ്. ചൈനയുടെ നെയ്ബേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ബിക്കോസ് ചൈന ഈസ് എ വെരി പവർഫുൾ കൺട്രി. നമുക്കറിയാം, വേൾഡ് പവേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയ ഒരു രാജ്യം തന്നെയാണ് ചൈന. അപ്പോൾ ചൈനയുടെ റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്സ് നെയ്ബേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബിക്കോസ് ചൈന നമ്മുടെ നെയ്ബർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് വിത്ത് ചൈന ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്റർനാഷണൽ റിലേഷനെ പറ്റി. അപ്പോൾ നമ്മളിന്ന് വ്യത്യാസമുണ്ട്. നമ്മുടെ ആർട്ടിക്കിളിൽ ആദ്യം നമ്മൾ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. ഇനി മുതൽ നമ്മുടെ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്താണ്. നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ വൊക്കാബുലറിലോട്ട് പോകാം. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട. അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ ക്വസ്റ്റസ് അറ്റൻഡ് ചെയ്യുക. Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ആപ്പിൽ ക്വസ്റ്റസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെയും ഡെയിലി വൊക്കാബുലറിൻ്റെ ക്വസ്റ്റസ് ഉണ്ട്. സബ്ജക്ട് വൈസ് ആൻഡ് എക്സാം വൈസ് ക്വസ്റ്റസ് ഉണ്ട്. അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു അവസരമാണ്. അപ്പോൾ സെൽഫ് ഇവാലുവേഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക, മുന്നോട്ട് പോവുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാം കേട്ടോ. അതൊക്കെ ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ആർട്ടിക്കിൾ ചൈനയുടെ റിലേഷൻഷിപ്പ് വിത്ത് നെയ്ബേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ലെറ്റ്സ് മൂവ് ടു ദി വൊക്കാബ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വൊക്കാബുലറിയിലോട്ട് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നോക്കാം. മാപ്പിംഗ് ദി വേ ഫോർവേഡ്. അപ്പോൾ ചൈനയുടെ രീതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് മാപ്പിംഗ് ദ വേ ഫോർവേഡ്. മാപ്പ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. എന്തിനൊക്കെയാണ് നോക്കാം. ചൈന മസ്റ്റ് ഷോ ഇറ്റ്സ് നെയ്ബേഴ്സ് ദ സെൻസിറ്റിവിറ്റി ദാറ്റ് ഇറ്റ് ഡിമാൻഡ്സ് ഓഫ് ദം. നമുക്കൊരു കാര്യം അറിയാം, ചൈനയുടെ ഒരു പ്രത്യേകത, ചൈന ഭയങ്കര പവർഫുൾ രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വേൾഡ് പവേഴ്സിൽ ഒരു പ്രോമിനൻറ്റ് പവർ തന്നെയാണ് ചൈന എന്ന് പറയുന്നത്. അത് ചൈനയ്ക്ക് അറിയുകയും ചെയ്യാം. ആ സമയത്ത് ചൈന നെയ്ബേഴ്സിനോട് വളരെ ഇൻസെൻസിറ്റീവായിട്ടാണ് പെരുമാറുന്നത്. നമ്മളത് കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞു, ഇന്ത്യ ചൈനയുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് മറ്റ് രാജ്യങ്ങളോട് ഉള്ള ഇത് രീതിയിലും ആൻഡ് ഇന്ത്യയെ എത്രമാത്രം അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. A week after the first conversation many months between Prime Minister Narendra Modi and Chinese President Xi Jinping, India and China appear nowhere near coming to any kind of understanding to repair the relations. ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ 2022 നവംബർ മാസം
ഇന്ത്യയും ചൈനയും, ഇന്ത്യയും ചൈനയല്ല, മോദിജിയും അതുപോലെ ഷീ ജിൻപിങ്ങും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ്സ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു പ്ലസൻട്രീസ് ഒക്കെ ഒന്ന് കൈമാറിയിരുന്നു നമ്മുടെ ബാലി സമ്മിറ്റിൽ, G20 സമ്മിറ്റ് ബാലിയിൽ വെച്ച് നടന്നപ്പോൾ. എന്നിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ഒന്നും ഓരോരുത്തും എത്തിയിട്ടില്ല. ഡിസ്കഷൻ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല, നടത്താൻ പറ്റിയിട്ടില്ല. അത് നമുക്കറിയാം. ഇപ്പോഴും പല ടോക്സ് നടന്നിട്ട് പോലും ഡിസ്കഷൻസിന്റെ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ട് എവിടെ എത്താൻ നിൽക്കുന്ന ഒരു ഇതാണ് ഇന്ത്യ ആൻഡ് ചൈന റിലേഷൻസ് എന്ന് പറയുന്നത്. ഓൺ ദ കോൺട്രറി, എന്നാൽ അതിന് വിപരീതമായിട്ട്, ഓൺ ദ കോൺട്രറി എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്, മറക്കല്ല. ഓൺ ദ കോൺട്രറി ഈസ് എ ഫ്രേസ്. ആ ഒരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും നമ്മൾ ഇൻ അഡീഷൻ ടു ഓപ്പോസിറ്റ് ഒന്ന് ആഡ് ചെയ്യുന്നത് മറ്റ് വിരുദ്ധമായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ വിരുദ്ധമായിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. റിലേഷൻസ് വിത്ത് ദിസ് വീക്ക് ഹാവ് ഫേസ് യെറ്റ് അനദർ സ്റ്റോം വിത്ത് the two sides clashing over China issuing a new map and reports on Thursday suggesting that Mr. Xi may skip the G20 summit in New Delhi next week. അപ്പോൾ ഒരു പുതിയൊരു സംഭവം, പ്രശ്നത്തിന് വീണ്ടും അതിൻ്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സംഭവം വരികയാണ്. അതെന്താ വെച്ചാൽ ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ചെറുതായിട്ടൊന്ന് നെമ്മതിയിലെത്താൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ആയിരുന്നു ഈ വരാൻ പോകുന്ന G20 സമ്മിറ്റ് ന്യൂഡൽഹി വെച്ച് നടക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ വീണ്ടും പ്രശ്നം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിസ്റ്റർ ഷീ സ്കിപ്പ് ചെയ്യും, G20 സമ്മിറ്റിൽ വരുന്നില്ല, പുള്ളിക്കാരൻ അത് സ്കിപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വീക്കാണ് നടക്കാൻ പോകുന്നത് G20. അപ്പോൾ നമ്മുടെ എക്സാം, കുറേ എക്സാംസ് ഒക്കെ സെൻട്രൽ എക്സാംസ് ഒക്കെ മാറ്റി വെച്ചു. മെയിൻ സെൻറ്റേഴ്സിലൊന്നാണ് ന്യൂഡൽഹി. അപ്പോൾ G20 സമ്മിറ്റ് നടക്കുന്നതുകൊണ്ട് നമ്മുടെ കുറേ എക്സാംസിൻ്റെ ഒക്കെ ഡേറ്റ് മാറ്റി വെച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, ബിക്കോസ് ഓഫ് ദിസ് G20 സമ്മിറ്റ്. അപ്പം എക്സാം എഴുതാൻ പോകുന്നവർക്ക് അറിയായിരിക്കും. അപ്പം അതുപോലെ ഈ G20 സമ്മിറ്റിൽ ഒരുപാട് രാജ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് ചൈന, ശരിക്കും ചൈനയുമായിട്ട് ഒരു ഡിസ്കഷനെ വളരെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഷീ അത് സ്കിപ്പ് ചെയ്യുന്നു, കഴിഞ്ഞ തേഴ്സ്ഡേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു അടിയായിപ്പോയി നമുക്ക്. ദ ചൈനീസ് ഫോറിൻ മിനിസ്ട്രി ഡിഡ് നോട്ട് കൺഫേം ദോസ് റിപ്പോർട്ട്സ്. പക്ഷേ ഇത് റിപ്പോർട്ട്സ് പുറത്തോട്ട് വന്നേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് ചൈനീസ് ഫോറിൻ മിനിസ്ട്രി ആ റിപ്പോർട്ടിനെ കൺഫേം ചെയ്തിട്ടില്ല. Didn't confirm, but it also chose not to deny them. അതേ സമയത്ത് രണ്ട് മനസ്സാണ് കേട്ടോ. ഡിനൈ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അതുമില്ല, എന്നാൽ കൺഫേം ചെയ്യുന്നുണ്ടോ അതുമില്ല. അതായത് ഒരു എന്താ പറയുക, പാതി മനസ്സിൽ നിൽക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. ഡിനൈ ചെയ്യാനും പറ്റില്ല, കൺഫേം ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ നിൽക്കുന്നത്. ഈവൻസ് ദിസ് വീക്ക് meanwhile served a reminder of the currently low levels of trust with relations arguably at their lowest since. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ട്രസ്റ്റ് ഡെഫിസിറ്റ് ആണ് ചൈനയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടുപേരും നമ്മൾ ഒരു വിശ്വാസമില്ല. കാര്യം ഇവിടെ നമുക്ക് ലെവൽസ് ഓഫ് ട്രസ്റ്റ് ആണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ രണ്ടുപേർക്കും തമ്മിലൊരു വിശ്വാസമില്ലായ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പോയിന്റാണ്. അത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. സിൻസ് ദ നോർമലൈസേഷൻ ഓഫ് ടൈസ് ഇൻ ദ 1980s, 1980കളിൽ നോർമലൈസേഷൻ ഓഫ് ടൈസ് വന്ന സമയത്ത് മുതലുള്ള സംഭവമാണ്. അപ്പം മുതൽ ഈ സംഭവം ഇപ്പോഴും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും ഒരു എന്താ പറയുക ട്രസ്റ്റ് വന്നിട്ടില്ല. ഇത് ഇപ്പോഴാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഓൺ August 28, China issued what it called a standard map for 2023. അപ്പോൾ 2023 വേണ്ടിയിട്ട് ചൈന ഒരു പുതിയ സ്റ്റാൻഡേർഡ് മാപ്പ് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വിച്ച് ഷോ ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, ദ അസ്കൈ ചിൻ റീജിയൻ, the South China Sea as Chinese territory, drawing protests from India, Malaysia and Philippines. ചൈന ഒരു പുതിയ മാപ്പ് ഇൻവോൾവ് ചെയ്തു. മാപ്പ് ചെയ്തതെന്നാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വന്നേക്കണേ. ഈ ചൈന 2023 പുതിയൊരു മാപ്പ്, സ്റ്റാൻഡേർഡ് മാപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചതിൽ ചൈനയുടെ ഭാഗമായിട്ട് കാണിച്ചിരിക്കുന്ന അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റിന്റെ ഭാഗം, അക്സൈ ചിൻ റീജിയൻ, അതുപോലെ തന്നെ സൗത്ത് ചൈന സീ ഒക്കെ ചൈനീസ് ടെറിട്ടറിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു മാപ്പ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്, ചൈന കാണിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രൊട്ടസ്റ്റിന് കാരണമാക്കി. എസ്പെഷ്യലി ഇന്ത്യക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല, അരുണാചൽ പ്രദേശിന്റെ കാര്യം പറഞ്ഞപ്പോൾ. അതുപോലെ മലേഷ്യ ആൻഡ് ഫിലിപ്പീൻസ് ഇവരൊക്കെ ആയിട്ട്, നൈബറിംഗ് കൺട്രീസ് ഒക്കെ ആയിട്ട് ചൈന നല്ലൊരു എന്താ പറയുക മോശമായ റിലേഷൻഷിപ്പിലാണ്. ബീജിംഗ് ഡിഫെൻഡഡ് ദ മാപ്പ് ആസ് റുട്ടീൻ ആൻഡ് ആസ്ക്ഡ് ഇന്ത്യ നോട്ട് ഓവർ ഇന്റർപ്രറ്റഡ്. ആഫ്റ്റർ ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ലോഡ്ജ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ്. ഇന്ത്യക്ക് സ്ട്രോങ് പ്രൊട്ടസ്റ്റിലാണ് നിന്നെ. ആ സമയത്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നമ്മുടെ ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ ബെയ്ജിങ്, അവിടുത്തെ ചൈനയുടെ
ക്യാപിറ്റൽ പറയുണ്ടായി നിങ്ങൾ ഇത്ര ഇതായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഓവർ ഇന്റർപ്രിറ്റ് ഒന്നും ചെയ്യേണ്ട, അത്രമാത്രം ഓവർ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതിലില്ല എന്നൊരു രീതിയിലൊരു വ്യാഖ്യാനം അവർ തരികയുണ്ടായി. While it may be true that map made no territorial claims and depicted borders as in previous Chinese map, it is clear that the needless issuing of a new map amid multiple live territorial disputes has only further complicated them. The responses of China's neighbors make that clear. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എടുത്തു പറയുന്ന കാര്യം, ഓൾറെഡി ഒരു മാപ്പ് വന്നു എന്ന് വിചാരിച്ച് ടെറിട്ടോറിയൽ ക്ലെയിം, പുതിയൊരു ടെറിട്ടോറിയൽ ക്ലെയിം വരുന്നു എന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പഴയ ചൈനീസ് മാപ്പിലുള്ള അതുപോലെ തന്നെ ബോർഡേഴ്സ് ഡെപിക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ എന്ന് അതേ ഉള്ളൂ, അല്ല വലിയ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ഇല്ല. മാപ്പ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ടെറിട്ടോറിയൽ ക്ലെയിം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു, ഡെപിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഇത്രയും ലൈവായിട്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് നടക്കുന്ന ഈ സമയത്ത് ഇതിനെ ആ ഒരു പ്രശ്നങ്ങളെ വീണ്ടും കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീണ്ടും കോംപ്ലക്സ് ആയിട്ട് എൻറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ചൈന ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് എന്നൊരു പ്രസ്താവന ഉണ്ട്. അപ്പോൾ ചൈനയുടെ നെയ്ബേഴ്സിന്റെ റെസ്പോൺസിൽ നമുക്കത് വളരെ ക്ലിയർ ആയി. അവർ ചെയ്തത് ഭയങ്കരമായിട്ട് എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് എന്നുള്ള മട്ടിലാണ് ചൈനന്റെ നെയ്ബേഴ്സ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. So let's move to the next paragraph and aftermath എന്താണ് നോക്കാം. When India in 2019 issued a new map following the internal reorganization of Jammu and Kashmir and creation of the new Union Territory of Ladakh, Beijing responded with strong statements and initiated discussions at the United Nations Security Council, even though that map too did not change India's external boundaries or territorial claims vis-a-vis China. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ഇതെന്തുകൊണ്ട് ഇത്ര പ്രശ്നമായിട്ട് അത് വരുന്നതെന്ന് വെച്ചാൽ 2019 ഇന്ത്യക്ക് പുതിയ മാപ്പ് ഇന്ത്യയും കൊണ്ടുവന്നായിരുന്നു. 2019 ഇന്ത്യ പുതിയൊരു മാപ്പ് കൊണ്ടുവന്നു. ആ സമയത്താണ് ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീരിനെ റീഓർഗനൈസ് ചെയ്തൊരു സമയം. ആൻഡ് അതുപോലെ മാത്രമല്ല, ആ സമയത്ത് എന്ത് ചെയ്തു, പുതിയ യൂണിയൻ ടെറിട്ടറി ലഡാക്ക് പുതിയ യൂണിയൻ ടെറിട്ടറി ക്രിയേഷൻ നടന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു മാപ്പ് കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്ത് അത് കൊടുത്തപ്പോൾ ചൈന ഭയങ്കരമായിട്ട് ബീജിംഗ് അതിനെ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നു. അങ്ങനെ ഈ വിഷയം UN-ന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇത് പോവുകയുണ്ടായി. ആ സമയത്തും ഇന്ത്യ പ്രത്യേകിച്ച് ഒരു ബോർഡർ ഏരിയയ്ക്ക് ഒരു മാറ്റം ഒന്നും വരുത്തില്ല. ആകെപ്പാട് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ഒന്ന് എടുത്തു കാണിക്കുന്ന രീതിയിലും അതുപോലെ ലഡാക്ക് യൂണിയൻ ടെറിട്ടറി മാറിയ ഒരു കാര്യം കൂടെ മാത്രമേ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. വേറൊരു കാര്യവും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പോലും ഇവിടെ നമ്മുടെ ചൈന വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതും യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ ഇതേപോലെ നമ്മുടെ ചൈന കാണിച്ച പോലെ തന്നെ സെയിം രീതിയിൽ എക്സ്റ്റേണൽ ബൗണ്ടറീസ് ഒന്നും മാറാതെ ടെറിട്ടോറിയൽ ക്ലെയിംസ് ഒന്നും വരുത്താതെ തന്നെയാണ് ഇന്ത്യയും ഇത് പ്രസന്റ് ചെയ്തിരുന്നത്. ആ മാപ്പ് 2019 പ്രസന്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ മോർ ഓർ ലെസ് ഈവൻ ആയ രീതിയിലോട്ട് വന്നു India and China. In the view of some observers, China's increasingly aggressive mobilization on the line of actual control leading to the ongoing crisis that has plunged relations to this low level, was partly a response to India's reiteration of its claims to Aksai Chin in 2019. അപ്പോൾ ഒരുപാട് നിരീക്ഷകർ ഒബ്സർവേഴ്സ് ഇതിനെ കാണുന്നതെന്ന് വെച്ചാൽ ചൈനയുടെ ഇത്തവണത്തെ അഗ്രസീവ് മൊബിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും, എസ്പെഷ്യലി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ ഭാഗത്ത്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ ഓൺഗോയിങ് ക്രൈസിസിന്റെ സമയത്ത് റിലേഷൻഷിപ്പിനെ വീണ്ടും ഏറ്റവും ലോവസ്റ്റ് ലെവലിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ചൈനയുടെ ഈ അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൽ ഒരു പകുതി ഭാഗം പാർട്ട്ലി ഇത് എന്തിന്റെ റെസ്പോൺസ് ആണെന്ന് ചോദിച്ചാൽ 2019 അന്ന് മാപ്പ് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യ റീട്രേറ്റ് ചെയ്തായിരുന്നു അതിന്റെ ക്ലെയിം. അക്സൈ ചിൻ റീജിയൻ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഒന്ന് റീട്രേറ്റ് ചെയ്തായിരുന്നു, അതൊന്ന് റീസ്റ്റേറ്റ് ചെയ്തായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ റീസ്റ്റേറ്റ് ചെയ്തതിന് എതിരെയുള്ള റെസ്പോൺസ് ആയിട്ടാണ് പകുതി ഭാഗമായിട്ട് റെസ്പോൺസ് ആയിട്ടാണ് ഒരു ഹാഫ് കാര്യം അതുകൊണ്ടാണ് നടക്കുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. In the recent up and down history of India's ties with China, summit meetings have offered the platform for the two countries to dial down tensions by giving the two leaders the opportunity for. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെയും ചൈനയുടെ ഹിസ്റ്ററി എടുത്ത് പറയുകയാണെങ്കിൽ പണ്ട് മുതലേ ചകടയാണ്, ഭയങ്കരമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് സമ്മിറ്റ് മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് കൺട്രീൻ്റെയും ടെൻഷൻ തൊട്ടും ഡയൽ ഡൗൺ ചെയ്തിട്ടില്ല. ഡയൽ ഡൗൺ ചെയ്യുക മീൻസ് റെഡ്യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, രണ്ട് ലീഡേഴ്സിനും നമുക്കൊന്ന് തമ്മിൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ അതിലോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഫോർ ഹൈ ലെവൽ ഇന്റർവെൻഷൻ, ഒരുപാട് ഹൈ ലെവൽ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്താൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നത്തിങ് ഹാപ്പൻഡ്, ആസ് വാസ് ദ കേസ് ഓഫ് ദ 2017 BRICS summit following the Doklam standoff.
ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ 2017 ബ്രിക്സ് കോൺഫറൻസ് സമ്മിറ്റിന്റെ സമയത്തും ഇവർ തമ്മിലൊന്ന് സെറ്റായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒന്ന് സംസാരിക്കട്ടെ, വിഷയങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതും ഒരു എന്തിലെത്തി നിന്നു, സ്റ്റാൻഡ് ഓഫിൽ, ഒരു ഇമ്പാസിൽ അവസാനിക്കുകയുണ്ടായി. ഒരു വല്ലാത്തൊരു ടൈ ആയിട്ട് തന്നെ അതവിടെ നിൽക്കേണ്ടത്. പിന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവുകയില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കുടുങ്ങി അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ആ ഒരു കെട്ട് കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ചൈന ഇന്ത്യൻ റിലേഷൻഷിപ്പ് പോകുന്നത്. റിഗാർഡ്ലെസ് ഓഫ് വെദർ മിസ്റ്റർ ഷീ വിസിറ്റ്സ് ന്യൂ ഡൽഹി നെക്സ്റ്റ് വീക്ക്, ദ പ്രോസ്പെക്ട്സ് ഓഫ് എ സിമിലർ റപ്രോച്ച്മെന്റ് റിമെയിൻ ഡിം. നമുക്കൊരു കാര്യം ഉറപ്പാണ്, മിസ്റ്റർ ഷീ ന്യൂഡൽഹിക്ക് നെക്സ്റ്റ് വീക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ലൈക്ലി, മേ ബി നടക്കാം. എന്നാൽ പോലും നമുക്ക് അതിലൊരു കാര്യം ഉണ്ട്, ഹോപ്പാണ്, പ്രതീക്ഷ, എക്സ്പെക്ടേഷനാണ്. പക്ഷേ അതേപോലെ ഒരു റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇറ്റ് ഈസ് വെരി ഡിം, അത് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. റെപ്രോച്ച്മെന്റ് മീൻസ് റീകൺസിലിയേഷൻ, പരസ്പരം റീകൺസിലിയേറ്റ് ചെയ്യില്ലേ, റീകൺസിലിയേഷൻ, ഒത്തുതീർപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത്, അതിനാണ് റിക്കൺസിലിയേഷൻ പറയാം. അപ്പോൾ റിക്കൺസിലിയേഷൻ വന്നോ വരാകുകയോ നടക്കുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ആ രീതിയിലാണ് ചൈനയുടെ ഇന്ത്യയുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്ന ഒരു പോക്ക്. Repairing relations will require slowly rebuilding trust on a foundation of greater mutual sensitivity. Yes. നമുക്ക് ഒരു കാര്യം നിർബന്ധമായിട്ട് അറിയാം, രണ്ട് പേര് തമ്മിൽ, ഏത് കൺട്രീസോ യൂണിയനോ ഗ്രൂപ്പ്സോ പീപ്പിൾ, രണ്ട് പേഴ്സണോ ഒക്കെ ആയിക്കോട്ടെ, ആൾക്കാർ തമ്മിലാണെങ്കിലും ട്രസ്റ്റ് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിൽ മ്യൂച്വൽ സെൻസിറ്റിവിറ്റി വേണം, രണ്ട് ഭാഗത്തുനിന്നും വേണം, ഒരു ഭാഗത്തുനിന്ന് മാത്രം പോരല്ലോ. അപ്പം അത് വല്ലാത്തൊരു ഇഷ്യൂ ആണ്. അപ്പോൾ രണ്ടും, ഇത് ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങനെ ഒരു രീതിയിലൊരു സെൻസ് പോലും നമുക്ക് കിട്ടുന്നില്ല. Indeed, China would do well to show its neighbors the sensitivity that it demands of them if it has any inclination towards repairing increasing fraught relations. പക്ഷേ ചൈന ഇങ്ങനെ പോയാൽ പ്രശ്നം വഷളാവേ ഉള്ളൂ. അപ്പോൾ ചൈനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻക്ലിനേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻക്ലിനേഷൻ മീൻസ് ഒരു ടെൻഡൻസി അല്ലേ, ഒരു ടെൻഡൻസി, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, റിപ്പയർ ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ, ആൻഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര അപ്സെറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് സെൻസിറ്റിവിറ്റി എങ്കിലും നെയ്ബേഴ്സിനോട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ് ഇന്ന് നിങ്ങളോട് കണ്ടത്. ഇന്ത്യയോട് മാത്രമല്ല കേട്ടോ, എല്ലാ നെയ്ബേഴ്സിനോടും ചൈന നല്ല ചകട പോട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയോട് കുറച്ച് കൂടുതലുണ്ട്. അത് പണ്ട് പോലെയുള്ള നമ്മുടെ ഹിസ്റ്ററി അനുസരിച്ച് അങ്ങനെ ഒരു ലെവലാണ് പോകുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ എല്ലാവർക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ് നമുക്കുള്ള ആർട്ടിക്കിൾ. ഇനി നമുക്കിതിൻ്റെ വൊക്കാബ് ഇതിലെയും ആൻഡ് നമ്മുടെ മറ്റ് ആർട്ടിക്കിളിലെ ഏഷ്യ കപ്പിനെ പറ്റിയുള്ള ആർട്ടിക്കിളിലെ വൊക്കാബുലറിയോട്ടും ഡീറ്റെയിൽ ആയിട്ട് പോകും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്താ പറയുക, ഒരു ലൈക്ക് ഇടുക കേട്ടോ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്കൊക്കെ ഇടുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ എന്താ പറയുക, തംസപ്പ് ഇടുക. അപ്പം നമുക്ക് നമ്മുടെ കോഴ്സുകൾ പരിചയപ്പെടുത്താം. ഫയർമാൻ്റെ കോഴ്സ് നമ്മൾ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, ഫയർമാൻ ട്രെയിനിയുടെ കോഴ്സ്. അതുപോലെ ഫയർമാൻ ട്രെയിനിയുടെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഓൺഗോയിങ് ആണ്, പ്രോസസ്സാണ്. 20-ാം തീയതി വരെ ഉണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം കേട്ടോ, അത് മറക്കണ്ട. അതുപോലെ തന്നെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിൻ്റെ 8ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 4-ാം തീയതി, സെപ്റ്റംബർ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ബാച്ച്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വീണ്ടും ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ട്. ഒക്ടോബർ മാസം, നവംബർ മാസം മിക്കവാറും എക്സാം ഉണ്ടാവുള്ളൂ. ഒക്ടോബർ മാസം എന്തായാലും എക്സാം ഇല്ല. അപ്പോൾ നമുക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. മെയിൻ ഫോക്കസ് സയൻസിനാണ്, നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഡയറി ഫാം ഹസ്ബൻഡറി കാര്യങ്ങൾ, ആനിമൽ ഹസ്ബൻഡറി ആ ഭാഗത്തോട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചിരുന്ന് പഠിക്കേണ്ടതുണ്ട്, ഇരിക്കേണ്ട ഒരു ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലേ ഉഷാറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ പഠനം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മുടെ ബാച്ച് എന്നാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോഡ് അപ്ലൈ ചെയ്തിട്ട് ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. Adda247 മലയാളം എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ സ്റ്റോറിൽ പോയാൽ ആപ്പിൽ കിട്ടും കേട്ടോ, നമ്മുടെ ക്ലാസ്സുകൾ കിട്ടും. സോ ഡയറി ഫാമിൻ്റെ 8ാമത്തെ ബാച്ച് 4-ാം തീയതിയും അതുപോലെ തന്നെ 5-ാം തീയതിയാണ് ഫയർമാൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുക. ഖാദി ബോർഡിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയുണ്ടായി, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഡ് അറിയാലോ, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. ഡിസ്കൗണ്ട് കൂടി 2100 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ഒക്കെ നോക്കാം. ഇന്ന് വളരെ കുറച്ച് ഫ്രേസാണ്. ഫസ്റ്റ് തന്നെ ഒരു ഫോറിൻ ഫ്രേസ് പിടിച്ചോ, വിസവി. നമ്മളിത് കണ്ടായിരുന്നു അല്ലെ, കുറച്ച് മുമ്പേ വിസവി കണ്ടായിരുന്നു. ചൈനയോട് പോലെ ഇൻ റിലേഷൻ ടു എന്നർത്ഥമാണ്. ഇൻ റിലേഷൻ ടു അല്ലെ വിത്ത് റിഗാർഡ് ടു എന്നാണ് വിസവിയുടെ അർത്ഥം. വിസവി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇതാണ്, വിസവി എന്ന ഫ്രേസിന്റെ അർത്ഥം തന്നെ ഇതാണ്, ഇൻ റിലേഷൻ ടു അല്ലെങ്കിൽ വിത്ത് റിഗാർഡ് ടു. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് കേട്ടോ, വിത്ത് റിഗാർഡ് ടു, ഇൻ റിലേഷൻ ടു എന്നൊക്കെയുള്ള സാധനം. അപ്പം ഈ സംഭവം വിസവി എന്നുള്ള യൂസേജ് ഒരു ഫോറിൻ ഫ്രേസ് ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. അടുത്ത ഡയൽ ഡൗൺ. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ തന്നെ റീഡ് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ഡയൽ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ
അളവ് കുറയ്ക്കുക, ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക, ഡയൽ ഡൗൺ. ഇപ്പോൾ പറയില്ലേ ഗവൺമെൻറ് ഈസ് ട്രൈങ് ഹാർഡ് ടു ഡയൽ ഡൗൺ ദ ക്രൈസിസ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിലെ ക്രൈസിസ് കുറയ്ക്കാൻ ഡയൽ ഡൗൺ ചെയ്യുക, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം ഓർത്താൽ മതി കേട്ടോ. ഡയൽ ഡൗൺ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചൈനയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, മറ്റുള്ള രാജ്യങ്ങളെ ഒരു പുച്ഛം പോലെ. അത് ശരിയാ ശബരി, എന്ത് ചെയ്യാനാ, അത്രമാത്രം പവർഫുൾ ആണ് ചൈന. അഹങ്കരിക്കാനുള്ള വകുപ്പുള്ള ഒരു രാജ്യമാണ് ചൈന. അതാണ് ചൈനയുടെ പ്രത്യേകത. ഇറ്റ്സ് എ ഹൈലി ഡെവലപ്ഡ് കൺട്രി, നല്ല ഉഷാറായിട്ട് പോകുന്ന ഒരു രാജ്യം. യെസ്, ലെറ്റ് സി. അടുത്ത് നോക്കി, അടുത്തൊരു ഫോറിൻ വേർഡ് ആട്ടോ, ബോണമി. ബോണമി, ഈ ബോണമി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, ഫ്രണ്ട്ഷിപ്പാണ്. ഒരു ചിയർഫുൾ ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ ജിനിയാലിറ്റി, പരസ്പരം ഒരു ഭയങ്കര സന്തോഷപരമായിട്ടൊരു ഫ്രണ്ട്ലിനെസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ജീനിയലായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിനാണ് ബോണമി എന്ന് പറയാം. ഓർത്ത് വെച്ചോണം, ബോണമി എന്ന ഫ്രേസ് വേർഡ് ഒരു ഫോറിൻ വേർഡാണ്, മറക്കണ്ട. ഫ്രഞ്ച് വേർഡാണ് ബോണമി. ബോണമി എന്ന വാക്ക് നമ്മൾ ബോൺ അപ്പറ്റീറ്റ് ഒക്കെ പറയില്ലേ, ആ സംഭവം, അതൊക്കെ ഫ്രഞ്ച് ഫ്രേസസ് ആണ്. അതുപോലെയാണ് ബോണമി. ഈ ബോൺ വാക്കല്ല, ബോൺ വോയേജ്, നമ്മൾ അല്ലേ എന്താണ് ഹാപ്പി ജേർണി അല്ലെങ്കിൽ സേഫ് ട്രിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വിഷയില്ലേ, അതൊക്കെ ബോൺ വെച്ചിട്ടല്ലേ, സെയിം അതേപോലെയാണ് ബോണമി. ബോൺ എന്ന് പറയുന്നത് ഹാപ്പി എന്നുള്ള അർത്ഥത്തിൽ, ചിയർഫുൾ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ബോണമി എന്ന വാക്കിൻ്റെ അർത്ഥം ചിയർഫുൾ ഫ്രണ്ട്ലിനെസ് കേട്ടോ, അല്ലെങ്കിൽ ജിനിയാലിറ്റി എന്നൊക്കെയാണ് ബോണമി എന്ന വാക്കിൻ്റെ അർത്ഥം. ഫ്രഞ്ച് വേർഡാണ്. ഇത് നമ്മൾ പഠിച്ച വിസവി ലാറ്റിൻ ആൻഡ് ബോണമി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്. രണ്ട് ഫോറിൻ ആണ് കേട്ടോ, ഓർത്ത് വെച്ചിട്ട്, വരത്തന്മാരാണ് രണ്ടുപേരും. അടുത്ത് ക്രോപ്പ് അപ്പ്. ക്രോപ്പ് അപ്പ് എന്ന് വെച്ചാൽ അപ്പിയർ ചെയ്യുക അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്യുക, പെട്ടെന്നാണ്, അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാതെ സഡൻലി അൺഎക്സ്പെക്റ്റഡ്ലി ഒരു കാര്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ഇഷ്യൂ ക്രോപ്പ് അപ്പ് ചെയ്തു എന്നൊക്കെ പറയും. ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു, പെട്ടെന്ന് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അതിനൊരു പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ല, പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി വരും എന്നൊക്കെ പറയില്ലേ, അതിനാണ് ക്രോപ്പ് അപ്പ് ചെയ്യാന്ന് പറയാം. ക്രോപ്പ് അപ്പ് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, പൊട്ടിമുളയ്ക്കുക, അങ്ങനെ, അതാണ് നമ്മൾ അതിൻ്റെ മീനിങ് പറയുക മലയാളത്തിൽ. ഹാപ്പൻ ഓർ അപ്പിയർ അൺഎക്സ്പെക്റ്റഡ്ലി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി ചാടി വരുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ക്രോപ്പ് അപ്പ് ചെയ്യുക എന്ന് പറയാം. സോ ഹാപ്പൻ അല്ലെങ്കിൽ അപ്പിയർ അൺഎക്സ്പെക്റ്റഡ്ലി എന്നാണ് ക്രോപ്പ് അപ്പ് എന്ന വേർഡിന്റെ യൂസേജ്, മറക്കണ്ട കേട്ടോ. ദാറ്റ് ഈസ് ക്രോപ്പ് അപ്പ്. ഓക്കെ അല്ലേ? യെസ്. ഇന്ത്യ ട്രൈ ടു മെയിൻറ്റെയിൻ എ പീസ് ആൻഡ് ഹാർമണി അമംഗ് പീസ് ആൻഡ് ഹാർമണി പറയില്ല, അത് ലക്ഷ്മി അങ്ങ് വിട്ടോളഞ്ഞേ. എന്നിട്ട് പറയാം, ഇന്ത്യ ട്രൈ ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമണി അമംഗ് കൺട്രീസ് വിസവി G20 സമ്മിറ്റ് കേട്ടോ. Okay, born Natalia. He decided to dial down screen time at night. That's great. That's a great one. Hi, Havamole. I think women's salaries are low vis-a-vis what men earn for the same work. Yes, Satyam. ഇപ്പോഴും അത് മാറിയിട്ടൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നു, എന്നാൽ പോലും കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. ഇപ്പോഴും പലയിടത്തും നമുക്കത് കാണാൻ പറ്റും അല്ലേ? സോ എവിഡന്റ്. ആഫ്റ്റർ കോപ്പിംഗ് വിത്ത് ദ അൺപ്രസിഡന്റഡ് ഔട്ട്ലേ ഓഫ് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് സാലറി, he decided to dial down the undue expenses in the eating out plan and chosen to be parsimonious. Okay. And he decided to, and chosen to അപ്പോൾ അവിടെ പറ്റില്ല, ഡിസൈഡഡ് ടു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലല്ലേ, അപ്പോൾ ചോസൺ അത് V3 ആവും. അവിടെ V3 കൊടുക്കണമെങ്കിൽ നിനക്കത് എന്ത് പറ്റില്ല, V3 നിനക്ക് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ഹാവോ ഹാസോ ഒക്കെ ഉണ്ടായിരിക്കണമായിരുന്നു, ഹാഡോ ഒക്കെ, അതില്ലല്ലോ വിനു. അപ്പോൾ ചോസൺ അവിടെ കൊടുക്കരുത്, ചോസന് പകരം ചോസ് ചെയ്തു, ചൂസിന്റെ പാസൻസ് ചോസ് കൊടുക്കുക, ചോസൻ കൊടുക്കരുത്, ചോസ് കൊടുക്കുക. ഓക്കെ, അത് മാത്രം. Nowadays, she is dialing down the consumption of sugar. That's great. There was many guidelines. Amala, ശ്രദ്ധിക്കണേ, there എന്ന് പറയുന്ന adverb ആ. ഈ there ഒരു inverted sentence ആ. There is a fly in my tea. എൻ്റെ ചായയിലൊരു fly. There is a fly എന്ന് പറയാൻ കാരണം ആ ഫ്ലൈക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഫ്ലൈ ഒന്ന് ആണ്, അതുകൊണ്ട് ഈസ് കൊടുത്തു. എന്നാൽ ഞാൻ പറയാം ദർ ആർ ഫ്ലൈസ് ഇൻ മൈ ടീ, അവരുമ്പോൾ പ്ലൂറലായി. അതേപോലെ ചെയ്തു. ദർ വാസ് മെനി ഗൈഡ് ലൈൻസ് അല്ല, ദർ വേർ മെനി ഗൈഡ് ലൈൻസ് എന്ന് കൊടുക്കണം. കാര്യം ഗൈഡ് ലൈൻസ് ആണ് സബ്ജക്റ്റ്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ശരിക്കും ഈ പറയുന്ന ദർ വെച്ച്. ദർ ഇസ് എൻ അഡ്വേർബ് വെച്ചല്ലോ സാധാരണ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ, ഒരു സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിനൊരു ഓക്സിലറി വേർബ്, പിന്നെ മെയിൻ വേർബ് ഉണ്ടെങ്കിൽ മെയിൻ വേർബ്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, പിന്നെ അഡ്വേർബോ പ്രിപ്പോസിഷനോ കൂടെ വരുന്ന അതർ വേർഡ്സ് എല്ലാം വരാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് കൊടുക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ദർ വേർ മെനി ഗൈഡ് ലൈൻസ് ഫോർ ബറിങ് ദ ബോഡീസ് വിസവി COVID-19 കേട്ടോ. India is trying to dial down the conflicts with China to maintain a peaceful condition, but the low trust among them inhibited. Inhibit അല്ലടാ, inhibits. അവിടെ ലോ ആണല്ലോ സബ്ജക്റ്റ്
കേട്ടോ. ലോ ഓഫ് ട്രസ്റ്റ് കേട്ടോ, അതിൽ ഇൻഹിബിറ്റ്സ് ഇറ്റ്. അമംഗ് ദം, ദമ്മിനല്ലല്ലോ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട്, ലോ അല്ല അവിടുത്തെ സബ്ജക്റ്റ്, അപ്പോൾ ഇൻഹിബിറ്റ്സ് ഇറ്റ് കൊടുക്കും കേട്ടോ. നൗഡേസ് പീപ്പിൾ ആർ യൂസിങ് ഇലക്ട്രിക് വെഹിക്കിൾസ് for dialing down petrol consumption. Yes, that's a great one. He couldn't believe that the reason for cropping up issues. That's it. Great. In order to prospect a progressive country, autonomy must be maintained among countries. Yes, great. Heinous crime cropped up in the outskirts of the country, and little did know about the aftermath that little did know. Okay, past tense negative ആയിട്ട് കൊടുത്തു. ഓക്കെ, അത് കുഴപ്പമില്ല. ആഫ്റ്റർ that had continued from last year or had been continuing from last year. had been continuing വർത്താൽ മതി കേട്ടോ. ഫ്രം ലാസ്റ്റ് ഇയർ അല്ല, സിൻസ് ലാസ്റ്റ് ഇയർ അങ്ങനെ കൊടുക്കണം. അപ്പോൾ സെറ്റ്, സിൻസ് ലാസ്റ്റ് ഇയർ കൊടുക്കണേ പിന്നെ, അത് ഓർക്കാം. At the TV channel negotiations, the atmosphere of Bonham was suddenly gone. Of course. സമാധാന ചർച്ച തുടങ്ങുക, പക്ഷെ നമ്മൾ വഴക്കിലിട്ട് നിർക്കുക, അങ്ങനെയാണല്ലോ, അതാണല്ലോ നമ്മുടെ ചാനൽ ചർച്ചകൾ. ഇന്ത്യ ഡയൽസ് ഡൗൺ മെജോറിറ്റി ഓഫ് ഇലക്ട്രോണിക് ഇമ്പോർട്ട്സ് ഇൻ ഓർഡർ ടു ഷൻ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ കമ്പനീസ്. ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള നാല് ഫ്രേസിൻ്റെ വേർഡ്സേ ഉള്ളൂ. വിസുവി, ഡയൽ ഡൗൺ, ബോൺമി ആൻഡ് ക്രോപ്പ് അപ്പ്. ഓർത്ത് വെച്ചോളൂ. ലെറ്റ്സ് മൂവ് ടു നമ്മുടെ synonyms, antonyms and related words. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. നമ്മുടെ IBPS POയുടെ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാങ്കിൻ്റെ ക്ലാസ്സുകളാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകൾക്ക്. കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഒരുമിച്ച് പോവുകയാണ്. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ പ്രാക്ടീസ് ക്വസ്റ്റൻസും ഹോംവർക്ക് ഒക്കെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാങ്ക് എക്സാമിനൊക്കെ വേണ്ടത്. സ്പീഡ് ആൻഡ് ആക്യുറസി, അതാണ് ദ കീ അവിടെ പറയാം. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഏതൊരു കോമ്പറ്റീവ് എക്സാമിന് പോകുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ചുമ്മാ അവിടെ നിന്ന് കുറച്ചൊക്കെ പഠിച്ച എക്സാമിൻ്റെ തലേന്ന് കുറച്ച് നോക്കാം, പഠിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എങ്ങനെ ഉണ്ടായത് എക്സാം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നത് റിഗ്രറ്റ് ആണത്, അത് വരാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ് ക്ലാസ്സുകളുടെ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2200 രൂപയ്ക്കുള്ളിൽ ഇപ്പോൾ കോഴ്സ് അവൈലബിൾ ആണ് IBPSൻ്റെ കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സെയിം വേയിൽ 2200 രൂപയ്ക്കുള്ളിൽ ഇപ്പം 19% ഡിസ്കൗണ്ട് ഉണ്ട് മന്ത് എൻഡ് ഓഫറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് ഇന്നും കൂടെ ഉണ്ട്, നിങ്ങൾക്കത് അവൈൽ ചെയ്യാം. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഡബിൾ വാലിറ്റി ഓഫർ പ്ലസ് 90% ഡിസ്കൗണ്ട് ഉണ്ട്. അതിലൊരു കാര്യം കൂടെ പറയാം, മെഗാ പാക്ക് എടുത്തവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ഉണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാറ്റഗറിയുടെ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. ഞാൻ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ആരംഭിച്ചു, ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റെക്കോർഡ് വേർഷൻസും 4-5 മണിക്കൂറിന് ശേഷം അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നേരത്തെയുള്ള റെക്കോർഡ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ പരമാവധി കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈവിൽ തന്നെ വരാം. വല്ല ഡിഫിക്കൽറ്റി കൊണ്ട് വരാൻ പറ്റിയില്ല, ലൈവിൽ പറ്റിയില്ലെങ്കിൽ 1-2 ദിവസമാണ് പോട്ടെ വെക്കാം. അല്ലാതെ പോകുന്ന പിന്നെ നമുക്കത് എന്താ പറയുക, അതിനൊന്ന് പാച്ചപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ SSC സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലോട്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് വെയിറ്റേജ് ഇംഗ്ലീഷിനാണ്. 100 മാർക്സ് ഇംഗ്ലീഷിന്, 200 മാർക്കിൻ്റെ എക്സാമാണ്. അതിൽ മാത്സ് ഇല്ല, നമുക്ക് GA, ഇംഗ്ലീഷ് ആൻഡ് റീസണിങ് ആണുള്ളത്. നിങ്ങൾക്കറിയാം, അതിൽ നമ്മൾ നല്ല ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കൊരു Tier 2 ഉണ്ട്, സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്കറിയാം, ഷോർട്ട് ഹാൻഡ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, പഠിക്കാം. അതിന് വേണ്ടിയിട്ട് കോഴ്സ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം കേട്ടോ, മറക്കണ്ട. Y314 ആണ് കോഡ്, Y314. മൂവിങ് ടു അവർ സിനണിംസ്. നമുക്ക് സിനണിംസിലോട്ട് ആദ്യത്തെ വേർഡ് പിടിച്ചു, ഡെപ്പിക്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം റെപ്പിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥത്തുള്ളൂ, നമ്മളൊരു റെപ്രസെൻറ്റ് ചെയ്യുക ഒരു കാര്യത്തിനെ, അല്ലെ പോർട്രേ ചെയ്യുക, അല്ലെ വരച്ച് കാണിക്കുക എന്നൊക്കെ പറയും. അതിനാണ് ഡെപ്പിക്റ്റ് ചെയ്യുക പറയാം. പോർട്രേ, റിപ്രസെൻറ്റ്, പിക്ചർ, ഇല്ലസ്ട്രേറ്റ് എന്നൊക്കെ പറയും. വേർബാണ് ഡെപ്പിക്റ്റ്. ഡെപ്പിക്ഷൻ ആണ് അതിൻ്റെ നൗൺ ഫോർമുലേഷൻ വരിക. നമ്മൾ ഒരുപാട് തവണ കേട്ടുള്ള, ഒരുപാട് തവണ യൂസ് ചെയ്യാറുള്ള വാക്കാണ്. റെഗുലറായിട്ട് തന്നെ കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും ഡെപ്പിക്ഷൻ എന്ന വാക്ക്, ഓർ ഡെപ്പിക്റ്റ് ചെയ്യുക എന്ന വേർബ്. ഡെപ്പിക്ഷൻ നൗൺ ആൻഡ് ഡെപ്പിക്റ്റ് ചെയ്യുക വേർബ് കേട്ടോ. ആ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കും എപ്പോഴും. അടുത്ത കാര്യം ഈസ് ആന്റണി. അതിൻ്റെ ആന്റണിമാണ് ഹൈഡ് ചെയ്യുക. ഡെപ്പിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരുമല്ലേ, റെപ്രസെൻറ്റ് ചെയ്യല്ലേ, അതിനെ പിക്ചർ ഇല്ലസ്ട്രേറ്റ് ആണ്, പോർട്രേ ചെയ്ത് കാണിച്ചു തരുവാണ്. അതേസമയത്ത് അതിനെ ഒളിച്ചു വെക്കുകയാണ്, ഹൈഡ് ചെയ്യുക, കൺസീൽ ചെയ്യുക, ഓർ സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ മിസ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയും, ഡിസ്റ്റോർട്ട് ചെയ്യുക. അതിനെ നമുക്ക് എന്ത് പറയാം,
വളച്ചൊടിക്കുക അല്ലേ, അതിനെ നമുക്ക് ഡെപ്പിക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഡിസ്റ്റോർട്ട് വരും, ഹൈഡ്, കൺസീൽ, സപ്രസ് ഒക്കെ ഇതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്ന വാക്കുകളാണ്. ഓർത്ത് വെച്ചോളെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എവിടെ എത്തിയായിരുന്നു നമ്മൾ? It is very difficult to curb the abysmal situation that crop up on the outskirts of Manipur. All right, that's it. On the outskirts അല്ല, in the outskirts ആണ്. അതിര in the outskirts. ഞാൻ നാളൊരു തവണ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Okay. We will be stupendous when anything crops up. All right. A majority of conundrum happens up in the societies because of disorder in maintenance of law and order. Yes. In a joint family, problems will crop up during property sharing. Of course. അല്ലാത്ത ജോയിന്റ് ഫാമിലി തന്നെ വേണമെന്നില്ല, പ്രോപ്പർട്ടി ഷെയറിംഗ് വരുമ്പോൾ ഏത് ഫാമിലിയിൽ വഴക്കുണ്ടാവും. ചൈന, പ്ലീസ് ഡയൽ ഡൗൺ യുവർ അറഗൻസ്, വി എക്സ്പെക്ട് ബോണമി ഫ്രം യു. ദാറ്റ്സ് ഗ്രേറ്റ്. ദ സാക്രിലേജ് ബിഹേവിയർ ഓഫ് പാർട്ടിസൻസ് വിസവി ടു ദി വേണ്ടടാ, വിത്ത് റിഗാർഡ് ടു ഉള്ളപ്പോൾ നമ്മൾ ടു കൊടുക്കുമല്ലോ. വിസവിയുടെ കൂടെ ടു വേണ്ട, ആ ഫ്രേസിൽ ടു ഉണ്ട്, ഓൾറെഡി ഇൻബിൽട്ട് ആണ്, ടുവിൻ്റെ ആവശ്യമില്ല കേട്ടോ. വിനു, വിസവി ദ ഓൺ ഗോയിങ് ഡിസ്പ്യൂട്ട് ഇസ് ഗ്രോട്ടസ്ക് ആൻഡ് none of them are to take initiative to iron out the issue that is detrimental to the Gregorius Milia. Okay, അങ്ങനെ കൊടുക്കാം. നന്ദന, ഗുഡ് മോർണിംഗ്. എങ്ങനെ എവിടെ വരെ ഇത് കഴിഞ്ഞോ? നമ്മുടെ RRB ക്ലർക്ക് എക്സാം കഴിഞ്ഞോ, അതോ ഈ സാറ്റർഡേ ആണോ എക്സാം? എവിടം വരെ കാര്യങ്ങളൊക്കെ? The essay is an honest depiction of the life in the city. Great. China is still taking decisions favorable for India vis-a-vis to the past events. Great. Teacher cropped up in the free period. സ്റ്റുഡൻസ് ഷോക്ക്ഡ് അറ്റ് ദ ടൈം. അപ്പിയർഡ് അല്ലേ, ചാടിക്കേറി വന്നു. ഷൈനി, ഗുഡ് മോർണിംഗ്. എവിടെ ആയിരുന്നു? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചായാലും ഇപ്പോൾ കണ്ടിട്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? ഹിസ് ബുക്ക് ഡെപ്പിക്സ് എ റൂറൽ ഏരിയ ഓഫ് ഹിസ് വില്ലേജ്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. അപ്പോൾ നോക്കി, അടുത്തത് സ്റ്റാൻഡ് ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ സ്റ്റാൻഡ് ഓഫ് ഉണ്ടല്ലേ. ഇന്ത്യയുടെയും ചൈനയുടെയും റിലേഷൻഷിപ്പ് ഒരു സ്റ്റാൻഡ് ഓഫിലാണ്, ഒരു ടൈലാണ്, ഡ്രോയിൽ നിൽക്കുകയാണ് അല്ലേ. നമ്മളൊരു ഒരു കോമ്പറ്റീഷനൊക്കെ നടത്തും. വടംവലിയൊക്കെ ഇപ്പം ഓണക്കാലമല്ല, വടംവലിയുടെ കാര്യം ഓർക്കാം. അപ്പോൾ ഇന്നലെ ഇവിടെ ഓണപ്പരിപാടി നമ്മുടെ ഈ നാട്ടിൽ. അപ്പം സ്റ്റാൻഡ് ഓഫിൽ എത്തി നിൽക്കണേ കഴിഞ്ഞാൽ ടൈ ആണ്, രണ്ടുപേരും തമ്മിൽ കൊടുക്കുക, അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടൈ, അല്ലെ ഡ്രോ, ഡെഡ് ലോക്ക് എന്ന് പറയും, സ്റ്റെയിൽ മേറ്റ്, ഹോൾട്ട്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് ഓഫ് എന്ന് പറയും. അപ്പോൾ ആൻ്റണിം എന്താ? അഗ്രിമെൻറ്റ്, ഒത്തുതീർപ്പ് അല്ലേ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ, ഒരു ഇവിടെ ഒരു സക്സസ്, ഒരു ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട്, സക്സസ്. അതിനെയാണ് സ്റ്റാൻഡ് ഓഫിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ. ആൻഡ് അടുത്ത വാക്ക് ഇസ് റെപ്രോച്ച്മെൻറ്റ്. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. റെപ്രോച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റീകൺസിലേഷൻ ആണ്, കോപ്പറേഷൻ ആണ്, തമ്മിലൊരു ഹാർമണി അല്ലേ, തമ്മിലൊരു ഹാർമണി, ഒരു യൂണിറ്റി, അതിന് നമുക്കെന്ന് വിളിക്കാം റെപ്രോച്ച്മെൻറ്റ് എന്ന് പറയാം. അപ്പം ആൻ്റണിം എന്താ? വഴക്ക് വെക്കാണ് മാത്രമേ ഉള്ളൂ അല്ലെ, ജഗട, പോട്ടി, ഡിസെൻഷൻ ആൻഡ് ഗോണിസം എന്നൊക്കെ പറയാം. റെപ്രോച്ച്മെൻറ്റ്, റീകൺസിലേഷൻ, ഒത്തുതീർപ്പും ഒരു എന്താ പറയുക, തമ്മിലൊരു സമാധാന ചർച്ചയൊക്കെ ആണെങ്കിൽ ആൻ്റണിയുമായിട്ട് നമുക്ക് അതിനെ പറയാം ഡിസെൻഷൻ, വഴക്ക്, ദാറ്റ്സ് എ ഡിസഗ്രിമെൻറ്റ്, ആൻഡ് ഗോണിസം എന്നൊക്കെ പറയാം കേട്ടോ, ഓർത്ത് വെച്ചോണം. I think he depicted the company for concealing the mistakes committed by the bribed management. All right. The investigation reached at standoff when the main suspect escaped from the police custody. Great. Sometimes ഒറ്റ വാക്കാണ് ഹവമോളെ, ഒറ്റ വാക്ക്, not two words, ഒറ്റ വാക്കാണ്. The media's depict him as a terrorist. മീഡിയാസ് അല്ല, ആ അപ്പസ്ട്രോഫി എസ് കളഞ്ഞ് വെറും മീഡിയ മതി. മീഡിയ പ്ലൂറൽ ആട്ടോ, അതുകൊണ്ട് ഹവമോളെ അതിൽ അപ്പസ്ട്രോഫി എസ് ഓൾറെഡി കൊടുക്കരുത്. അപ്പസ്ട്രോഫി എസ് കൊടുക്കുന്നപ്പോൾ നമ്മൾ ഹവമോൾ, ഹവയുടെ എന്നാണ് കൊടുക്കുന്നത് വെച്ചോ, ഹവാസ് എനിക്ക് കൊടുക്കാം. കാര്യം അവിടെയാണ് അപ്പസ്ട്രോഫി വരുന്നത്. ഇതേ നമ്മൾ ഒരാൾക്ക് ഒരു പൊസഷൻ കൊടുക്കണം, ഓണർഷിപ്പ് പറയാൻ വേണ്ടിയാണ് നമ്മളത് കൊടുക്കുക. ഹവാസ് സെൻറ്റൻസ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അപ്പസ്ട്രോഫി കൊടുക്കാം. ഇവിടെ പറ്റില്ല. എസ് ഇട്ട് വെറുതെ കൊടുക്കുന്ന പ്ലൂറലായിട്ടാണെങ്കിൽ അപ്പസ്ട്രോഫി എസ് ഇട്ട് കൊടുക്കുന്ന അതിൻ്റെ പൊസഷൻ, ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടി. ഇവിടെ ഓണർഷിപ്പ് അല്ലല്ലോ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റ് വരുന്ന പരിപാടിയാണ് ഇത്. UA എക്സാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഷൈനി എക്സാമൊക്കെ? ആ തിരക്കും പിന്നെ തിരക്കായിരിക്കും അല്ലേ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ they are reeling under the log jam and the situation is getting more difficult to have any reproachments. That's a great one. The standoff among disputed states can be resolved by peaceful agreement and talks. Great. Sales manager depicted the profit and loss of company during the meeting. All right, that's great. He is sequestered by the mandate who depicts the government in the foreign discourse. All right. Appo depict, standoff, reproachment ആണ് first set. Let's move to the next set. Fraud. നേരത്തെ നമ്മൾ കണ്ടു ഫ്രോഡ് റിലേഷൻസ്. ഇന്ത്യയുടെയും ചൈനയുടെയും മാത്രമല്ല, ചൈനയുടെ മറ്റ് നെയ്ബറിംഗ് നേഷൻസിൻ്റെയും ഫ്രോഡ് റിലേഷൻസ് നമ്മൾ പറഞ്ഞു.
ഫ്രോട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ്. ഫ്രോട്ടിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫുൾ ഓഫ്, ലോഡഡ് വിത്ത്, വളരെ ബിസി ആയിട്ട് നിറഞ്ഞിരിക്കുന്ന എന്ന അർത്ഥത്തിൽ ഫ്രോട്ടിനുണ്ട്. അല്ലാത്ത ഫ്രോട്ട് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവായിട്ട് ഫ്രോട്ട് ഉപയോഗിക്കുന്നത് ആൻഷ്യസ്, ഫ്രോട്ട് സിറ്റുവേഷൻസ്, ഫ്രോട്ട് റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്സെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻഷ്യസ് ആയിട്ട്, വറീഡ് ആയിട്ടുള്ള, ടെൻസ്ഡ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥത്തിലാണ് ഫ്രോട്ട് ഉപയോഗിക്കുക. രണ്ടർത്ഥം ഉണ്ട്, നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഫ്രോട്ടിന് രണ്ടർത്ഥം. ഒന്ന് ഫുൾ ഓഫ് എന്നും ലോഡഡ് വിത്ത് എന്നർത്ഥം വരുന്ന യൂസേജ് ആണ്. അല്ലാത്തത് ആൻഷ്യസ് അല്ലെങ്കിൽ അപ്സെറ്റ് എന്നൊക്കെ നമുക്ക് അർത്ഥം വരുന്നു. രണ്ടർത്ഥവും ഇതിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന ഫ്രോട്ട് എന്ന യൂസേജ്. ഫ്രോട്ടിൻ്റെ കൂടെ നമ്മൾ ഈ യൂസേജ് വരികയെന്ന് വിചാരിക്കുക, നിറഞ്ഞിരിക്കുന്ന നിർത്താൻ ഫ്രോട്ട് വിത്ത് എന്ന് പറയും. ലൈഫ് ഇസ് ഫ്രോട്ട് വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. ലൈഫിൽ ഒരുപാട് അപ്സും ഡൗൺസും ഉണ്ട്. ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് പറയില്ലേ, അത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ യൂസേജിൽ നമ്മളൊരു ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഫ്രോട്ടിൻ്റെ കൂടെ വിത്ത് എന്ന പ്രപ്പോസിഷൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. രണ്ട് രീതിയിലുണ്ട്. ചിലയിടത്ത് ചില സമയത്ത് നമ്മൾ അഡ്ജക്റ്റീവിനൂടെ പ്രപ്പോസിഷൻ കൊടുക്കണ്ട. അതുപോലെ ചില അഡ്ജക്റ്റീവിന് രണ്ട് പ്രപ്പോസിഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ഐ എഗ്രി ടു യു എന്ന് പറയില്ല, ഐ എഗ്രി വിത്ത് യു എന്ന് പറയും. കാര്യം എഗ്രി എന്ന വേർബിനൂടെ വിത്ത് എന്ന് പറഞ്ഞാൽ ഒരാളോട് എഗ്രി ചെയ്യുക എന്ന് പറയും. അതേസമയത്ത് ഐ എഗ്രി ടു യുവർ പ്രപ്പോസൽ, എൻ്റെ പ്രപ്പോസലിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തോട് എഗ്രി ചെയ്യുക, ടു സംതിങ്ങും വിത്ത് സംബഡിയും ആണ്. അതുപോലെ ഫ്രോട്ടിൻ്റെ കൂടെ രണ്ട് യൂസേജ് ഉണ്ട്. ഒന്ന് വിത്തൗട്ട് പ്രപ്പോസിഷൻ നമുക്ക് കൊടുക്കാം, ഫ്രോട്ട് റിലേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയില്ല, അങ്ങനെ. അല്ലാതെ പ്രപ്പോസിഷൻ ഇട്ട് വിത്ത് എന്ന പ്രപ്പോസിഷൻ ഇട്ട് നമ്മൾ കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഫിൽഡ് വിത്ത് അല്ലേ, ഫിൽഡ് വിത്ത് ആണ്, ആ അർത്ഥത്തിലാണ് പറയും. സോ ഓർത്തോണം, ഫ്രോട്ടിൻ്റെ കൂടെ നമ്മൾ വിത്ത് എന്ന പ്രപ്പോസിഷൻ ഇട്ട് കൊടുക്കും. അർത്ഥം ഇത്രേ ഉള്ളൂ, നിറഞ്ഞിരിക്കണം എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഫുൾ ഓഫ് എന്ന അർത്ഥത്തിൽ, ഫിൽഡ് വിത്ത് എന്ന അർത്ഥത്തിൽ, അതാണ് ഫ്രോട്ട് വിത്ത്. ഓർത്തോണം, ഫിക്സ്ഡ് ആയിട്ട് പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ബാരൻ, ഒന്നുമില്ലാത്ത, തരിശായിട്ടുള്ള, ഡിവോയിഡ്, ഇല്ലാത്ത അവസ്ഥ, വിതൗട്ട്. അതാണ് ഫ്രോട്ടിൻ്റെ ഓപ്പോസിറ്റ് വരിക, വിതൗട്ട് അല്ലെങ്കിൽ ബാരൻ, ഡിവോയിഡ് എന്നൊക്കെ പറയാം. അതേ സമയത്ത് ആൻറ്റി സബ്സെറ്റിൻ്റെ ഒക്കെ ഒരു മീനിങ് വരും. ഫ്ലോട്ടിന് മറ്റു മീനിങ് ആണ് കാം, ട്രാങ്ക്വൽ അല്ലെങ്കിൽ ക്വയറ്റ്. ഭയങ്കര കാമായിട്ട്, ക്വയറ്റായിട്ട്, സമാധാനപരമായി, അതാണ് ട്രാങ്ക്വൽ എന്ന് പറയാം അല്ലേ. സോ അതാണ് നമ്മുടെ ഫ്രോട്ട് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്സ്, ആൻറ്റണിംസ്. ഓക്കെ, ഓർത്ത് വെച്ചോണ്ടോ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, നോക്കട്ടെ. India always prefers peace with other country. However, they depicts to the world as they offer peace, and we never agree with that. All right. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, വിത്ത് അതർ കൺട്രീസ് അല്ലേ അപ്പം നീ ഉദ്ദേശിക്കുന്നത്. കാരണം പ്ലൂറൽ ഇവിടെ ദേ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ അതർ കൺട്രീസ് കൊടുക്കണേ, പ്ലൂറൽ കൊടുക്കണേ, എന്നാലേ അത് മൊത്തത്തിൽ ഒരു മീനിങ് ഫുൾ ആവത്തുള്ളൂ. കുഴപ്പമില്ലായിരുന്നല്ലേ ഷൈനി? ഓക്കെ, തരക്കേടില്ലാത്തോണം അല്ലേ. വി നീഡ് ദ റിപ്രോച്ച്മെന്റ് അമംഗ് നേഷൻസ്. ഗ്രേറ്റ്. ഐ ലൈക്ക് ദ പീപ്പിൾ ഹു ആർ ഷൈ ഇൻ സ്റ്റാൻഡ് ഓഫ്. ആ സ്റ്റാൻഡ് ഓഫ് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. മാറി നിൽക്കുന്ന അർത്ഥം അല്ല സ്റ്റാൻഡ് ഓഫിന്, അത് വേറെയാണ്. അല്ല, സ്റ്റാൻഡ് ഓഫ് അതല്ല, മീനിങ് മാറിപ്പോയി കേട്ടോ. ദ കമ്പനി ഇസ് ഗ്രോയിങ് ബിക്കോസ് ഓഫ് റെപ്രോച്ച്മെന്റ് അമംഗ് ദ എംപ്ലോയീസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഹിസ് റൂം ഇസ് ഫ്രോട്ട് വിത്ത് മെനി ബുക്സ് ആൻഡ് ക്ലോത്ത്സ്. ഗ്രേറ്റ്. A rapprochement is essential among the organs of a democratic country in order to eliminate the malpractice existing in the organs. Great. It is difficult for an umpire to take a decision in stand-off competitions. Great. His fraught mind is not ready to attend the interview. That's great. The bottle is fraught with oil. Don't spill while taking. All right. While taking ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ടേക്ക് എന്ന് പറയുന്ന വേർബ് ട്രാൻസിറ്റീവ് വേർബ് ആട്ടോ, അപ്പോൾ അതിന് ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് വേണം. His mind is fraught with frustration about his future. Great. Don't be at your wits' end at any standoffs. That's great. The discourse is deluged with criticism and verbose which are against the solidarity of the committee. All right, great, Vinu. His speech was fraught with love for his wife. That's great. The parameter suggested by the personnel to overcome the high temperature is fraught with planting trees. Great. അടുത്ത് നോക്കിയേ, ഹോസ്റ്റേജ്. നമ്മൾ ഒരാളെ ഹോസ്റ്റേജ് ആയിട്ട് വെക്കാന്ന് കേട്ടില്ലേ, അതിന് ഓപ്പോസിറ്റ് ഇല്ല കേട്ടോ. അത് തന്നെ അത് പറയാം. ഓപ്പോസിറ്റ് നമ്മൾ നോക്കാൻ എവിടെയും കാണാനില്ല, ഓപ്പോസിറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു വാക്ക് പറയാനില്ല. ഹീസ് എ ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ തടവുള്ളി, അതിനാണ് തടവ് പുള്ളി, അല്ലേ, ക്യാപ്റ്റീവ്. ഹീസ് എ ക്യാപ്റ്റീവ്, അതാണ് അത്. ഹോസ്റ്റേജസ് നമ്മൾ തടവറയിൽ വെക്കുന്ന ആളില്ലേ, അതിനാണ് ഹോസ്റ്റേജ് എന്ന് പറയുന്നത്. ഹീസ് എ ഹോസ്റ്റേജ്. ഇന്ന ആളെ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ചൈന ഇന്ന ആൾക്കാരെ, നമ്മുടെ ഫിഷർമെനിനെയൊക്കെ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചൊക്കെ കേട്ടിട്ടില്ലേ. ക്യാപ്റ്റീവ്, പ്രിസണർ, ഡിറ്റൈനി, ഇന്റേണി എന്നൊക്കെ പറയുന്നത് ഓപ്പോസിറ്റ്, സിനോണിംസ് ആയിട്ട്. സിനോണിംസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ആന്റണിം അതിനില്ല. സോ ദാറ്റ് ഈസ് ഹോസ്റ്റേജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹോസ്റ്റേജസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ ടെററിസ്റ്റ് ഒക്കെ ഹോസ്റ്റേജസ് ആയിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയില്ലേ, അതാണ് ഹോസ്റ്റേജസ് കേട്ടോ.
അത് അടുത്ത വാക്കാണ് സോളിഡാരിറ്റി. സോളിഡാരിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇന്ത്യയുടെ സോളിഡാരിറ്റി അമംഗ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. യൂണിറ്റി അല്ലെങ്കിൽ അക്കോർഡ്, ഹാർമണി, യുനാനിമിറ്റി, ഒരുമ, അതിനാണ് സോളിഡാരിറ്റി എന്ന് പറയാം. നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഈ പ്രസംഗം വേദികളിലൊക്കെ കേട്ട് തഴമ്പിച്ച വാക്കായിരിക്കും സോളിഡാരിറ്റി എന്ന വാക്ക്. ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും ഓഗസ്റ്റ് 5-നൊക്കെ ഒരുപാട് സോളിഡാരിറ്റി വാക്ക് കേട്ടിട്ടുണ്ടാവും. ആന്റണിം ഇതാണ് ഡിസ്കോർഡ്, വഴക്ക് വെക്കണം അല്ലെ. ആന്റഗോണിസം, ഡിസഗ്രിമെന്റ്, സെയിം സംഭവം. ഇന്ന് നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് സെയിം മീനിങ് ആണ്. സോ ഡിസ്കോർഡ്, ആന്റഗോണിസം, ഡിസഗ്രിമെന്റ് എന്നൊക്കെയാണ് നമുക്ക് എന്താ പറയാ, ഡിസെൻഷൻ എന്നൊക്കെയാണ് നമുക്ക് സോളിഡാരിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന വാക്കുകൾ. ഓക്കെ, ഓർത്ത് വെച്ചോളാം കേട്ടോ. യെസ്. A fraud man, borders of India is fraught with problems. Yes, Adda, great. A fraud man cannot practice rapprochement. Yeah. The hostage was released in view of mercy petition submitted by victim's family. Yeah. Yes. In my first kitchen experience was time fraught with difficulties and frustration. ഇന്ന് അവിടെ വേണ്ട, ഇന്നില്ലാതെയാണ് കറക്റ്റ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഇന്ന് വന്നപ്പോൾ എൻ്റെ മീനിങ് ഗ്രാമാറ്റിക്കലി ഇന്നാക്യുറേറ്റ് ആയി. മോളെ, മൈ ഫസ്റ്റ് കിച്ചൺ എക്സ്പീരിയൻസ് വാസ് എ ടൈം ഫ്രോഡ് വിത്ത് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ഓക്കെ, അങ്ങനെ കൊടുത്ത സെറ്റാണ്. The myopic view of the mandate about the gloomy traveling experience of people leads to frequent accidents, and the haphazard allocation of signboards also remain a complete headache for immigrants. Great. Who has the honors for a person become a hostage? ഇല്ല. Who has the honors one for a person becoming? അവിടെ becoming കൊടുക്കണം. become എന്ന് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് അല്ല കേട്ടോ. Who has the honors for a person becoming a hostage എന്ന് കൊടുത്താൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അവിടെ becoming പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ ആവും, സെറ്റ് ആവും. അത് അല്ലാതെ വന്നാൽ അത് തെറ്റാട്ടോ, ഗ്രാമാറ്റിക്കലി തെറ്റായ ലക്ഷ്മി. ഓക്കെ, കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കും, പക്ഷെ മീനിങ് ഗ്രാമാറ്റിക്കലി തെറ്റാവും. സോ becoming കൊടുക്കണേ. The deductive principles aim for the solidarity of nation. Yes, it does. അപ്പോൾ ഫ്രോഡ്, ഹോസ്റ്റേജ്, സോളിഡാരിറ്റി ആണ് ഈ സെറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് ഇതാണ് ഫിഷർ. കേട്ടിട്ടുണ്ടായിരിക്കും ഫിഷർ, FISSURE. നിങ്ങൾ സയൻസ് ക്ലാസ്സുകളിലൊക്കെ ഫിഷർ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും ഒരുപാട് തവണ അല്ലേ. ഫിഷർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്രിവൈസ് എന്നൊക്കെ പറയാം. മാത്രമല്ല ഫിഷറിന് വേറൊരു അർത്ഥം കൊണ്ടുണ്ട്, നൗൺ വൈസിൽ വേറൊരു അർത്ഥം കൊണ്ടുണ്ട്, ഡിസ്കോഡ്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഒരു ദ്വാരം, ഓപ്പണിംഗ്, ക്രിവൈസ് ഒക്കെ അതിന് ഫിഷർ എന്ന് പറയാം. അല്ലാതെ ഡിസ്കോഡ്, വഴക്ക്, അതിനാണ് ഫിഷർ എന്ന് പറയുന്നത്. ദർ ഇസ് എ ഫിഷർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലൊരു ഫിഷർ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വഴക്കുണ്ടെന്നാണ് അർത്ഥം. അല്ലാതെ അവിടെ ഓപ്പണിംഗ് ഉണ്ട്, ക്രിവൈസ് ഉണ്ട് എന്നൊന്നും പറയില്ല. അവിടെ ഒരു ഓപ്പണിംഗ് എന്നുള്ള അർത്ഥത്തിൽ ദ്വാരം തുറന്ന് അങ്ങനെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ലിറ്ററലി വഴക്കുണ്ട്, വക്കാണുണ്ടെന്ന് തന്നെയാണ് ഫിഷർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ കോണ്ടെക്സ്റ്റുവൽ മീനിങ് അനുസരിച്ച് രണ്ട് മീനിങ് ഉണ്ട് ഫിഷർ എന്ന വാക്കിനുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെ അർത്ഥം, സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യുക. ഒരു സ്പ്ലിറ്റ് ചെയ്യുക, തമ്മിൽ പിളർക്കുക, ക്രാക്ക് ചെയ്യുന്ന അർത്ഥം കൊണ്ട് ഫിഷർ എന്നുണ്ട്. ഓക്കെ, വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ആന്റണിയുമായിട്ട് വരുമ്പോൾ എന്താ? ഓപ്പണിങ്ങിൻ്റെ അർത്ഥം ക്ലോഷർ. ഡിസ്കൗണ്ട് ഓപ്പോസിറ്റ് എന്താ? ഓപ്പണിങ്ങിൻ്റെ ഇത് ക്ലോഷറാണ് ഓപ്പോസിറ്റ്. അതുപോലെ ഡിസ്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഹാർമണി, സെയിം അല്ലേ. അപ്പം സ്പ്ലിറ്റ് ചെയ്യുക, ക്രാക്ക് ചെയ്യാൻ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം ക്ലോസ് ചെയ്യുക, മേർജ് ചെയ്യുക എന്നൊക്കെ പറയാം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്യുക, ക്രാക്ക് ചെയ്യുന്നതൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ മേർജ് ചെയ്യുക എന്നൊക്കെ അർത്ഥം വരും. ദാറ്റ് ഈസ് നമ്മുടെ ഫിഷറിൻ്റെ ആന്റണിംസ്, ഓപ്പോസിറ്റ്സ്. അടുത്ത് ഗ്രഡ്ജ്. ഗ്രഡ്ജ് എന്ന് പറഞ്ഞ മൂവി, ജാപ്പനീസ് മൂവി, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഗ്രഡ്ജ് എന്ന് പറഞ്ഞ ജാപ്പനീസ് മൂവി ഉണ്ട്, ഒരു ഹൊറർ ഫിലിമാണ്. വലിയ മെച്ചമില്ല, എന്നാലും ചിലരൊക്കെ പേടിക്കുമായിരിക്കും അങ്ങനത്തെ. അപ്പോൾ ഗ്രഡ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഗ്രീവൻസ്, റിസെൻമെൻറ്റ്, ഭയങ്കര ഒരു ദേഷ്യം, വിദ്വേഷവും എല്ലാം കൂടെ കൂടിയൊരു മിക്സ്ഡ് ഇമോഷനാണ് ഗ്രഡ്ജ് എന്ന് പറയുന്നത്. ദേഷ്യം, വിദ്വേഷം, അമർഷം, പക അല്ലേ, റിവെഞ്ച് എല്ലാം കൂടെ കൂടിയൊരു മിക്സ്ഡ് ഇമോഷനാണ് നമ്മൾ ഗ്രഡ്ജ് എന്ന് പറയാം. സോ ഗ്രീവൻസ്, റിസെൻമെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം ഗ്രഡ്ജ് എന്ന നൗണിനെ. വേർബായിട്ട് തന്നെ പറയുമ്പോൾ റിസെൻറ്റ് ചെയ്യുക, അതായത് റിസെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിസ്ലൈക്ക് ചെയ്യുക, ദേഷ്യപ്പെടുക, എല്ലാം അടങ്ങിയ സാധനം റിസെൻറ്റ്. അതുപോലെ റിഫ്യൂസ് ചെയ്യുക, അതിനോട് നമ്മൾ വിസമ്മതിക്കുക എന്നർത്ഥം ഗ്രഡ്ജിനുണ്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ അമിറ്റി. ഓക്കെ, ഗ്രഡ്ജിന് ഓപ്പോസിറ്റ് നൗൺ ആയിട്ട് വരുമ്പോൾ ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ അമിറ്റി. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വേർബിന് വന്ന് പെർമിറ്റ് ചെയ്യുക, അലോ ചെയ്യുന്നൊക്കെ അർത്ഥത്തിൽ ഗ്രഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, യാ. Britain tried to break the solidarity of India using minority consciousness. Yes, as a hostage in another country, his mind fraught with the memories of his family. അവിടെ ഒരു പ്രശ്നമുണ്ട്, എന്നാണെന്നറിയോ ഷാന? ഹിസ് മൈൻഡ് ഇസ് ഫ്രോട്ട് വിത്ത്. വേർബ് എവിടെ? വേർബില്ല. വേർബ് ഇല്ലെങ്കിൽ സെൻറ്റൻസിൽ ഹാർട്ട് ഇസ് മിസ്സിങ്. ഇവിടെ ഹാർട്ട് ഇസ് മിസ്സിങ് ആണ്. ആ സെൻറ്റൻസ് ഇസ് നോട്ട് എന്താ പറയുക, അതിന് ലൈഫ് ഇല്ല, ഇറ്റ് ഹാസ് നോ ലൈഫ്.
അപ്പോൾ ഓർക്കുക ഹിസ് മൈൻഡ് ഈസ് ഫ്രോട്ട് വിത്ത് എന്ന് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ വാസ് കൊടുക്കാം, പാസ്റ്റ് ടെൻസോ പ്രസന്റ് ടെൻസോ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ അതുപോലെ. ഹോസ്റ്റേജ് ആസ്ക്സ് ഹിസ് assailant to come again because he didn't get their point in the lexicon is all Greek to him. That's great. Earthquake ഒറ്റ വാക്കാണ് അർജുൻ. Created fissure in soil. Great. You have to go through this fraud experience to finish your prison life willy-nilly. Great. Solidarity among people is essential to maintain a peaceful nation. Great. The fissure between two parties made him the hostage. Okay. You need to shell out before the fissure of hotel. That's great. Closure of അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ ഫൈൻ, അതൊക്കെ. ആ ക്ലോഷറും ഇതും രണ്ടാണ് ഓർത്ത് വെച്ചോ. ആ ക്ലോഷർ ഇത് രണ്ടാണ്. ഫിഷറും വേറെ. ഫിഷർ സാധാരണ നമ്മൾ പോലെ ഒരു ബിൽഡിങ്ങിനൊക്കെ വരുന്ന ഒരു വിള്ളലില്ലേ, ആ ഒരു ഓപ്പണിങ്, അതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയാം. അല്ലാതെ അർത്ഥത്തിൽ ഈ ക്ലോഷർ നമ്മൾ അടയ്ക്കുക എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പോൾ ഈ ക്ലോഷർ തന്നെ ഇവിടെ കറക്റ്റ് വരാം കേട്ടോ. വിനു, ഹൈജാക്കേഴ്സ് kept the pilot on board the plane as hostage. Great. India's strengthest solidarity among people. Yeah. There's a fissure in the pipeline. Okay, great. Don't use this opportunity for personal grudge. All right. The nudge given by the mandate to the interlocutor for the ongoing grudge against the assault is laudable. Great. The hostage who escaped from the intractable situation is holding a grudge against the hostage. All right. ഹോസ്റ്റേജ് ടേക്കർ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം ഡിറ്റൈനർ എന്ന് പറയാം. ഡിറ്റൈനർക്കെതിരെ എന്ന് പറയാം. ഹോസ്റ്റേജിൻ്റെ നമുക്ക് ഹോസ്റ്റേജായിട്ട് പിടിച്ചു വെച്ച ആളെ നമുക്ക് പറയാം ഡിറ്റൈനറാണ്. ഡിറ്റൈനർ പിടിച്ചു വെച്ച ആൾ. അടുത്ത് സ്കേമിഷാണ്. സ്കേമിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്ത് വെച്ചോളാം. ഫൈറ്റ് എന്നർത്ഥം. ഫൈറ്റ് ചെയ്യുക ആൻഡ് ഫൈറ്റ്, നൗൺ ആൻഡ് വേർബ് ഒരു സാധനമാണ്. ഫൈറ്റ്, ബാറ്റിൽ, ക്ലാഷ് ഒക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടസിൽ ചെയ്യുക, കോമ്പാറ്റ് ചെയ്യുക, സെയിം വാക്കുകളാണ്. നൗണായിട്ട് വേർബായിട്ട് ഒരുപോലെ. കോമ്പാറ്റ് നൗൺ ഉണ്ട്, കോമ്പാറ്റ് വേർബ് ഉണ്ട്. ടസിൽ നൗൺ ഉണ്ട്, ടസിൽ വേർബ് ഉണ്ട്. ബാറ്റിൽ നൗൺ ഉണ്ട്, ബാറ്റിൽ വേർബ് ഉണ്ട്. ക്ലാഷ് ഉണ്ട്, നൗൺ വേർബ് ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, നൗൺ വേർബ് ഉണ്ട്. സെയിം മീനിങ് ആണ് സ്കേമിഷ്, ഫൈറ്റ്. ദാറ്റ്സ് ഓൾ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ട്രൂസ്, സമാധാനം. ഒരു തൽക്കാലത്തെ ഒരു ഒത്തുതീർപ്പിന് നമ്മൾ ട്രൂസ് എന്ന് പറയാം. ഓർ നമുക്ക് ഹാർമണി, പീസ് ഒക്കെ പറയാം, അക്കോർഡ് പറയാം. അതൊക്കെ ഓപ്പോസിറ്റാണ്. നമ്മളിന്ന് ഒരുപാട് വഴക്കും വെക്കാണത്തെ പറ്റി കണ്ടു. കാരണം നെയ്ബറിങ് കൺട്രി ചൈനയെ പറ്റിയല്ല നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. അത് തന്നെയാണ് ഏഷ്യ കപ്പിൽ നമ്മൾ പറയുന്നത്. ഏഷ്യ കപ്പ് ഉണ്ടെന്ന് തന്നെ നെയ്ബറിങ് കൺട്രീസിന് വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ വഴക്ക് വെക്കാണോ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ എപ്പോഴും. അതുകൊണ്ട് അതാണ് ഇവിടെ നമ്മൾ ഈ സ്കേമിഷ് കാണുന്നത് കേട്ടോ. ദിസ് ഓൾവേസ് എ സ്കേമിഷ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എപ്പോഴും. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ്, സ്കേമിഷിൻ്റെ ഓപ്പോസിറ്റാണ് ട്രൂസ് അല്ലെങ്കിൽ ഹാർമണി എന്ന് പറയും. അപ്പോൾ കോമ്പാക്ട് ചെയ്യുക അല്ലെങ്കിൽ ടസിൽ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം ലൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക. ഓക്കെ, ലൂസ് ചെയ്യുക, ഹൈഡ് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാറുള്ള ഡിസ്റ്റൻസ് സിനോണിംസ് ഒക്കെ ആയിട്ട് ഇതൊക്കെ വരുന്ന ആൻറ്റണിംസ് ആയിട്ട് വരുന്ന വാക്കുകളൊക്കെ ഇത്. അപ്പം ഓർത്ത് വെച്ചോളൂ, ഇതൊക്കെ ആൻറ്റണിംസ് ആണ് എന്ന് നോക്കുക. നൗൺ ആയിട്ട് വേർബായിട്ട് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണെന്നുള്ള അവരോട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ലെറ്റ് മീ സീ. The members grudged to participate in the meeting with opposite party. Great. നമ്മുടെ ഇതുപോലെ ഇന്നലത്തെ മണിപ്പൂരിൽ നടന്ന പോലെ. They invited Fisher of their new shop. Okay, that's it. അവിടെ ഇൻവൈറ്റഡ് ഫിഷർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ആണോ? ആ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സെറിമണി, അത് വേറെയാ. ഈ ഓപ്പണിംഗ് എന്താണെന്ന് മനസ്സിലാവും. ഒരു ക്രാക്ക് ഇല്ലേ, ഒരു വിള്ളല്, ആ ഒരു ഓപ്പണിംഗ് ഇല്ലേ. നമ്മളൊരു ഭിത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്, അയ്യോ ഇതെന്താ പറ്റിയ പറയില്ല, അതിനെയാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അതും ഓപ്പണിംഗ് ആണ്, മറ്റേതും ഓപ്പണിംഗ് ആണ്. ആ വ്യത്യാസം. ഓക്കെ ഷാൻ, അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് എന്ന് തന്നെ കൊടുക്കട്ടോ, അവിടെ ഫിഷർ എന്ന് കൊടുക്കണ്ട. ഓക്കെ, അല്ല സോറി, ഷഹാനല്ല, ഷൈനി കേട്ടോ, ഷൈനി. They invited അവിടെ കൊടുക്കണേ. They have been in a skirmish for a while and the depriving of the confabulation about the things leads to the cleavage. All right. Every relationship is not exemplary and fissure is common. Of course. ആണ് അല്ലേ? എല്ലാ ഓർഡിനറി ആയിട്ട് റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും ചെറിയ പൊട്ടലും ചീറ്റലുകളും ഉണ്ടാവും. ദാറ്റ് ഇസ് റിലേഷൻഷിപ്പ് അല്ലേ? ചട്ടിയും കലാവുമ്പോൾ തട്ടിമുട്ടിന്ന് ഇരിക്കുന്നേ, അതാണ്. All right. ഫിഷറിങ് ആൻഡ് ഫിഷർ ഇസ് വേണ്ട, ഫിഷറിങ് വേണ്ടടാ, ഫിഷർ ഈസ് കോമൺ എന്ന് കൊടുത്താൽ മതി. ഫിഷർ ഇസ് കോമൺ മതി, ING കൊടുക്കണ്ട. ഫിഷർ ഇസ് കറക്റ്റ്, അത് നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ശബരി. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ഫിഷറിങ് കൊടുക്കേണ്ട കാര്യമില്ല. നോ solidarity with farmers, that was rich people's attitude. All right, yes. China is abstaining from the peace discourse about the bitter environment and only a little prospect of quelling it. All right, you couldn't find a solution for of the skirmish among us. Great. Skirmishes are required for the ancient kings to seize their neighboring areas. That's great. ഉണ്ട് അല്ലേ? ഫൈറ്റുകളില്ലാതെ ഒരു രാജ്യവും പിടിച്ചെടുക്കപ്പെട്ടിട്ടില്ല അല്ലേ? സമാധാനപരമായിട്ട് ഒരിക്കലും നടന്നിട്ടില്ല അത്. മൂവിങ് ടു അടുത്ത സെറ്റ് നോക്കിയേ, ഫെസ്റ്റർ. ഫെസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം
സെപ്പറേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു മുറിവ് പഴുത്തൊലിക്കുക പറയില്ലേ, അതിനെയാണ് സെപ്പറേറ്റ് ചെയ്യുക പറയുക. ബ്ലിസ്റ്റർ ചെയ്യുക, പൊട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൾപ്പൊക്കെ അതിൽ വരിക, അതിനെയാണ് നമ്മൾ ഫെസ്റ്റർ ചെയ്യുക എന്ന് പറയുക, ഒരർത്ഥം. അതേപോലെ ഫെസ്റ്ററിൻ്റെ മറ്റൊരു അർത്ഥമാണ് റോട്ട്. എന്താ പറയുക എന്ന് പറയില്ലേ, ഡീക്കേ ആവുക, നശിക്കുക പറയില്ലേ, അതാണ് റോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡീക്കേ ആവുക, ഡീകമ്പോസ് ചെയ്യുക. അതൊക്കെ എന്തിൻ്റെ അർത്ഥമാണ്? ഫെസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ഓർത്ത് വെച്ചാൽ റോട്ട്, ഡീക്കേ, ഡീകമ്പോസ് എന്നൊക്കെ എന്ത് പറയാം നമുക്ക്? ഫെസ്റ്റർ എന്ന വാക്കിൻ്റെ സിനോണിംസ് ആയിട്ട് പറയാം. അപ്പം ആന്റണിം എന്താ? ഫെസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ ഡീക്കേ, ഡീകമ്പോസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഗ്രോ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റൈപ്പൻ ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ഓർത്ത് വെച്ചാലും ഫെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്ററൽ മീനിങ്ങിൽ ഫെസ്റ്ററിങ് വൂൺസ് എന്നൊക്കെ പറയും, അതായത് പഴുത്തൊലിച്ച് പോരുന്ന വൂണ്ട് ഒക്കെ പറയും. അതുപോലെ ഫെസ്റ്ററിന് ഡീകമ്പോസ് ചെയ്യുക, ഡീക്കേ ചെയ്യുക, റോട്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആന്റണിമായിട്ട് ഗ്രോ, ഡെവലപ്പ്, റൈപ്പൻ എന്നൊക്കെ അർത്ഥം, ആന്റണിംസ്. അടുത്ത ട്രാവസ്റ്റി. ഇറ്റ് വാസ് എ ട്രാവസ്റ്റി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ട്രാവസ്റ്റി നമ്മൾ ഈ ഇടയ്ക്ക് എനിക്കൊന്ന് 1 മാസമായി കാണും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ട്രാവസ്റ്റി. നൗണായിട്ട് വെർബായിട്ട് ഉപയോഗിക്കാം. മിസ് റെപ്രസെൻറ്റേഷൻ, വളച്ചൊടിക്കൽ, ഡിസ്റ്റോർഷൻ അല്ലേ, അതിന് ഡിസ്റ്റോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മിസ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയും വെർബായിട്ട്. സെയിം മീനിങ് ആണ്, സെയിം സാധനം. നൗണായിട്ട് വെർബായിട്ട് ഒരേപോലെ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഹോമേജ്. മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കലല്ലേ, പക്ഷേ ഇതൊരു ട്രിബ്യൂട്ടാണ്, ഇന്ന ആൾക്കൊരു ട്രിബ്യൂട്ടാണ്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് ഓർഗനൈസേഷൻ ഒരു ട്രിബ്യൂട്ടാണ്, നല്ലൊരു പ്രസൻറ്റേഷൻ, ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഹോമേജ്, അതിനെയാണ് ഓപ്പോസിറ്റ് ആയിട്ട് പറയാം, ട്രാവസ്റ്റിയുടെ ഓപ്പോസിറ്റ്. അടുത്ത ട്രാൻസിറ്ററി. ട്രാൻസിയൻ്റ് ഒക്കെ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ട്രാൻസിയൻ്റ് എന്നൊക്കെ വാക്ക് വളരെ കോമൺ ആയിട്ട് വാക്ക്, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്ക് കൂടിയാണ്. ട്രാൻസിയൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നൈമിഷികമായിട്ടുള്ള, കുറച്ച് നേരത്തേക്കുള്ളൂ, അതിനെയാണ് നമ്മൾ ട്രാൻസിയൻ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ട്രാൻസിറ്ററി പറയാം. ടെമ്പററി, ഫ്ലീറ്റിംഗ്, എഫിമെറൽ എന്ന് പറയും. ഷോർട്ട് ലിവ്ഡ് ആണ്, ഷോർട്ട് ലിവ്ഡ്, കുറച്ച് നേരത്തേക്കുള്ളൂ ജീവൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ചങ്ങമ്പുഴയുടെ വീണപൂവ്, ചങ്ങമ്പുഴയുടെ മറ്റേതാ, ആശാന്റെ വീണപൂവിൻ്റെ അകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ഒരു പുഷ്പത്തിൻ്റെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത്, പൂവിൻ്റെ ജീവിതം ഒരു ട്രാൻസിറ്ററി ആണെന്ന് പറയും, നൈമിഷികമാണ്, കുറച്ച് നാളത്തേക്കുള്ളൂ, വളരെ ഷോർട്ട് ലിവ്ഡ് ആയ ലൈഫാണ് എന്ന് പറയില്ലേ. അതുപോലെ ടെമ്പററി, ഫ്ലീറ്റിംഗ്, എഫിമറൽ എന്നൊക്കെ നമുക്ക് പറയാം ട്രാൻസിറ്ററി എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. ഓക്കെ, ഓപ്പോസിറ്റ് അപ്പോൾ എന്താ? പെർമനൻറ്റ്, സ്ഥിരമായിട്ടുള്ളത്. പെർപ്പച്വൽ അല്ലെങ്കിൽ ലാസ്റ്റിംഗ്, അതാണ് പെർപ്പച്വൽ, ലാസ്റ്റിംഗ് ആൻഡ് പെർമനൻറ്റ് എന്നൊക്കെ അതിൻ്റെ ആൻറ്റണിം ആയിട്ട് നമ്മൾ പറയും. ട്രാൻസിറ്ററിയുടെ ആൻറ്റണിമാണ് പെർമനൻറ്റ്, പെർപ്പച്വൽ, ലാസ്റ്റിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, യെസ്. She always calls her children because of the skirmish. All right. He remains as a bridge and ale for the ongoing skirmish, but later it turns out to be a big quarrel. All right. Yes. He fosters him to get rid of the festered relationship. That's great. Okay. അപ്പോൾ സെറ്റ് ആണല്ലോ ഇവിടെ. ഫെസ്റ്റർ, ട്രാവസ്റ്റി, ട്രാൻസിറ്ററി എന്നുള്ളതാണ് നമ്മുടെ ഈ സെറ്റ്. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് സെറ്റ്, 2 വേർഡ്സൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെറ്റായി. അപ്പോൾ നോക്കാം, ഹാർട്ടനിങ്. വളരെ ഹാർട്ടനിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ, ഹാർട്ടനിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ എൻകറേജ് ചെയ്യാന്ന് അർത്ഥം. അപ്പോൾ ഹാർട്ടനിങ് ആയിട്ടുള്ളത് വളരെ എൻകറേജിങ് ആയിട്ടുള്ള, പ്രോമിസിങ് ആയിട്ടുള്ള, ബ്രൈറ്റ്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ചിയർഫുൾ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അതിനാണ് ഹാർട്ടനിങ് സിറ്റുവേഷൻ എന്ന് പറയാം. അപ്പം ഹാർട്ടനിങ് എന്ന പോസിറ്റീവ് വേയിൽ പറയുന്ന കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ടൊരു കാര്യത്തിനെയാണ് നമ്മൾ ഹാർട്ടനിങ് എന്ന് പറയാം കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. ഓപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം ഉണ്ട്, നടക്കുന്ന ചാൻസ് ഉണ്ട്. ഹോപ്പ്ഫുൾ, അതൊക്കെയാണ് ഹാർട്ടനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. ബ്രൈറ്റ്, ഹോപ്പ്ഫുൾ, ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ്, പ്രോമിസിങ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അൺലൈക്ലി, നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. അൺലൈക്ലി, ഡിസ്കറേജിങ്, ഡിപ്രസിങ്. ഡിപ്രസിങ്, ഹാർട്ടനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഡിപ്രസിങ് കേട്ടോ. ഡിസ്കറേജിങ്, ഡിപ്രസിങ്, അൺലൈക്ലി എന്നൊക്കെ പറയാം, ഓർത്ത് വെച്ചോണം. ദാറ്റ് ഈസ് ഹാർട്ടനിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, പോസിറ്റീവ് വേർഡാണ് ഹാർട്ടനിങ്. അപ്പോൾ ഡിസ്ഹാർട്ടനിങ് എന്നൊക്കെ ഉണ്ട് കേട്ടോ. ലിറ്ററലി നമുക്കതിനെ ഒരു വാക്കായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഡിസ്ഹാർട്ടനിങ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഡിസ്ഹാർട്ടനിങ്. അടുത്തത് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലോട്ട് ഓടി വരേണ്ട ഒരു വാക്കാണ് റെസിലിയൻ്റ് എന്ന വാക്ക്. റെസിലിയൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. മീനിങ്ങിന് വ്യത്യാസമൊന്നുമില്ല, ആകെപ്പാട് ഇതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. നൗൺ ആണ് റെസിലിയൻസ് എങ്കിൽ റെസിലിയൻ്റ് അഡ്ജക്റ്റീവ് ആണ്, അത്രയുള്ള വ്യത്യാസം. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആണ്, പെർസിസ്റ്റൻസ് ആണ്, ടെനേസിറ്റി ആണ്. ആ ഒരു സ്ട്രെങ്ത്, നമ്മുടെ ഒരു സ്ട്രോങ് ഹോൾഡ്, അതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയാം. പെർസിസ്റ്റൻസ്, ടെനേസിറ്റി, സ്ട്രെങ്ത് എന്നൊക്കെ പറയാം. റെസിലിയൻ്റ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? റിജിഡിറ്റി.
fragility, vulnerability, weakness. Resilience എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്ട്രെങ്ത് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റിജിഡിറ്റി അല്ലേ? അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള വാക്കൂടെ റെസിലിയൻസിനുണ്ട്. അതുകൊണ്ടാണ് അതിന് റിജിഡിറ്റി അല്ലെങ്കിൽ ഫ്രജൈലിറ്റി, വളരെ ഡെലിക്കേറ്റ് ആയിട്ടൊരു അവസ്ഥ, വൾണറബിൾ ആയിട്ടുള്ള അവസ്ഥ, വൾണറബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ്, അതൊക്കെയാണ് റെസിലിയൻസിൻ്റെ ഓപ്പോസിറ്റ്സ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. ദാറ്റ് ഈസ് റെസിലിയൻസിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ലെറ്റ് മീ സീ. യെസ്, IBPS എക്സാം ആയിരുന്നു അല്ലേ? സൺഡേ ആയിരുന്നു അല്ലേ? ഓ, അടിപൊളി, സെറ്റ്. പ്രിപ്പറേഷൻ എന്തായാലും നന്നായല്ലോ പോകുന്നതിന്, അത് നന്നായി. ബേർഡ്സ് ഐ വ്യൂ ഇസ് നോട്ട് ഓപ്പോസിറ്റ് ടു the scrutiny because it leads to utter travesty. Great. Travesty of the political leaders can easily be recognized by common people, but they don't respond to it. Great. Expectations that go unmet often fester and fester and go to okay, avada go unmet alle, often fester and to frustration. Okay, fine. The skirmish of Kulachal was fought between the Kingdom of Travancore and Dutch East India Company on 10th August 1741. All right. His transitory fear had gone when he entered the stage. That's great. Some claim that perpetual effort is imperative for creating ephemeral memories. However, some hesitate to agree more about it. All right. Some claim that perpetual effort is imperative for creating ephemeral memories. Okay, fine. Correct. His words always gives alla, always ഉള്ളതുകൊണ്ട് മാറിപ്പോരുതേ ഷഹാന. വേർഡ്സ് പ്ലൂറൽ, ഗിവ്സ് അല്ല, ഗിവ്. അപ്പോൾ പ്ലൂറൽ വേർബ് കൊടുക്കുക. ഗിവ് ഹാർട്ടനിങ് ഹോപ്പ്. ഹാർട്ടനിങ് ഹോപ്പ് എന്ന് പറയണ്ട, ഹാർട്ടനിങ് ഹോപ്പ് എന്ന്, ഹോപ്പ്ഫുൾ എന്നാണ് ഹാർട്ടനിങ്ങിൻ്റെ അർത്ഥം. പിന്നെ അവിടെ ഹാർട്ടനിങ് ഹോപ്പ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഹോപ്പ് വരണ്ട അവിടെ. ഇങ്ങനെ കൊടുത്താൽ മതി, ഹിസ് വേർഡ്സ് ആർ ഹാർട്ടനിങ് എന്ന് പറഞ്ഞാൽ മതി, ഹോപ്പ്ഫുൾ ആണ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കറക്റ്റ് ആവും. ഇല്ലെങ്കിൽ സൂപ്പർ ഫ്ലോസ് ആവും ഷഹന, അതൊരു പ്രശ്നമുണ്ട്. ദ ഹാർട്ടനിങ് സമ്മിറ്റ് മേ ബ്രിങ് മെനി ഫേവറബിൾ സ്കീംസ് ഫോർ ദ നേഷൻ. Politicians have a special talent for travesting words. Yes, he gave a heartening promise to his wife that he would leave her for a transitory relationship. All right. Yes, Arjun Week. Appukutan's heartening speech increased the confidence of Ambli for pursuing her studies. Great. Some media described the court ruling as a travesty of justice. Yes, it was quite disheartening when they heard about the brutal butchering piece of news. Great. Shahan is considered the key decision maker as she impressed her colleagues by her heartening attitudes. All right, Rama say, your transitory decision can travesty your entire life. Travesty, travesty പറയാം, ഡിസ്റ്റോർട്ട് യുവർ ലൈഫ്, ഡിസ്റ്റോർട്ട് ചെയ്യാൻ വളച്ചൊടിക്കുക, ഏഞ്ചല്ലേ ആ അർത്ഥത്തിൽ പറയാം, തെറ്റൊന്നുമില്ല. ട്രാവസ്റ്റി യുവർ എൻറ്റയർ ലൈഫ് പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ യൂസേജസ് സ്പോയിൽ യുവർ ലൈഫ് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ കോണ്ടെക്സ്ച്വലി അത് കറക്റ്റാണ്, പക്ഷേ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ബാങ്ക് എക്സാമിനൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫില്ലറൊക്കെ വരുമ്പോൾ ശബരി നമുക്കിവിടെ ട്രാവസ്റ്റിക്കാളും ബെറ്റർ യൂസേജസ് സ്പോയിലൊക്കെ കേട്ടോ എന്നാണ്. Lucidity and transparency is imperative to render a resilient governance. Yeah, great. അപ്പോൾ these are the words. നമ്മൾ ഇന്ന് ഒരുപാട് വേർഡ്സ് നോക്കി. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മുടെ ഫ്രേസ് വേർബ്സ്, ഇഡിയംസ്, ഇഡിയം എന്നില്ല, ഫ്രേസ് വേർബ് 1 വേർഡ് നമ്മൾ നോക്കി. ആൻഡ് ഫോറിൻ ആണ് കൂടുതൽ വേർഡ്സ് നമ്മൾ നോക്കിയത്. ആൻഡ് അതുപോലെ തന്നെ സിനണിംസ്, ആൻറ്റണിംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ദിസ് ഈസ് എ വൊക്കാബുലറി ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടോളാം. നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാത്തവരൊക്കെ ഒരു ലൈക്ക് കൂടി ഇട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാവേരി ഡെൽറ്റ ഫാമേഴ്സ് നീഡ് വാട്ടർ സേവിങ് ഷോർട്ട് ടേം സ്റ്റാൻഡിംഗ് പാടി കുറുവ ക്രോപ്പ് ഓവർ 5.6 lakh acres. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. എനിക്ക് തോന്നുന്നു 2 പേരാണ്, ഞാൻ നോക്കിയതിൽ 2 പേര് എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്ന് ആൻസർ തന്നെ വേഗം. His words made her resilient to achieve that goal. That's great, Praveena. Good morning, Praveena. Some editorials give a heartening future views of our world. Yes, it does. Okay, പറയൂ ആൻസർ പറയൂ. എന്താ ഇവിടുത്തെ എറർ? വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷൻ ആണ്, എക്സാമിന് ഒരുപാട് തവണ ചോദിക്കപ്പെട്ടിട്ടുള്ള വേർഡാണ്. പറഞ്ഞു. മലയാളി തിരക്കിലാണ് അമല. പോരട്ടെ, ആൻസർ പരിചയമൊക്കെ പുതുക്കാം. നിങ്ങൾ പരിചയം പുതുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അത് സമയത്ത് ആൻസർ കൂടെ പറ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ.
ആ നോയർ അല്ല, നോയർ അല്ല. മിനുവേ ആൻസർ പറയടാ. ആൻസർ പറയാതെ താങ്ക് യു പറഞ്ഞു പോവാണോ? Most of life's joy are transitory. Yes, yes. Water to save. Yes. നീഡ് എന്ന് പറയുന്ന മെയിൻ വേർബ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, എപ്പോൾ നീഡ് എന്ന വെർബ് നിങ്ങൾ മെയിൻ വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതുപോലെ ഡെയർ, നീഡും ഡെയറും, നീഡും ഡെയറും നിങ്ങൾ മെയിൻ വേർബ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? ശേഷം ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് വരണം, അല്ലെങ്കിൽ എന്താ, ഒബ്ജക്റ്റ് വന്നാൽ അതിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവേ കൊടുക്കാറുണ്ട്, 2+v1. ഒരിക്കലും ജെറണ്ട് കൊടുക്കരുത്, ING ഫോമുലേഷൻ കൊടുക്കില്ല. അപ്പോൾ ഇവിടെ അത് ശ്രദ്ധിച്ചോളൂ, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാവേരി ഡെൽറ്റ ഫാമേഴ്സ് നീഡ് വാട്ടർ, സേവിങ് ഷോർട്ട് ടേം ഇതല്ല, ടു സേവ് ചെയ്യാൻ. ഷോർട്ട് ടേം സ്റ്റാൻഡിങ് പാഡി കുറുവ ക്രോപ്സ് ഓവർ 5.6 lakh acres. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നീഡിൻ്റെ കൂടെ അതുപോലെ തന്നെ ഡെയറിൻ്റെ കൂടെ ഈ രണ്ട് വേർബിന് പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ ഇവരെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഇവരെ നമ്മൾ മോഡൽ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ കൂടെ നമുക്ക് v1 ഉപയോഗിക്കേണ്ടി വരും. അല്ലാത്ത സമയത്ത് ഒബ്ജക്റ്റ് വരും, അല്ലെങ്കിൽ 2+v1. അത് നിർബന്ധമാണ്. 2+v1 ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് ജെറണ്ട് ഇട്ട് കൊടുത്തിട്ട്. അത് മാറിപ്പോകാൻ പാടില്ല, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഓർത്തിരിക്കുക. ഇന്നത്തെ ക്വസ്റ്റൻ പിടിച്ചോളൂ. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ ഡൗൺ ദ ഇൻഡസ് ബട്ട് ഓൾഡ് വൂൺസ് കണ്ടിന്യൂ ടു ഫെസ്റ്റർ. ഇതാണ് കേട്ടോ. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ ഡൗൺ ദ ഇൻഡസ് ബട്ട് ഓൾഡ് വൂൺസ് കണ്ടിന്യൂ ടു ഫെസ്റ്റർ ആണ് ഇന്നത്തെ ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ഇന്ന് തലതിരിച്ച് നമ്മൾ എടുത്തു. ആദ്യം നമുക്ക് എഡിറ്റോറിയൽ വായിച്ചിട്ട്, നമുക്ക് എഡിറ്റോറിയൽ ഉഷാറായിട്ട് ആർട്ടിക്കിൾ വായിച്ചിട്ട് നമുക്ക് വേർഡ്സ് പഠിക്കാമെന്ന് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു. ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്ത ഹവമോളെ? അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ടെലിഗ്രാം ഗ്രൂപ്പിൽ ചാനൽസിൽ ജോയിൻ ചെയ്യാം കേട്ടോ. KPSC ഷോർട്ട് സെലക്ഷൻ അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് താഴെയുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടുകൊണ്ടേ ഇരിക്കുക. ലൈക്ക് ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോമൻറ്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. ഡൗട്ട്സ് ആൻഡ് സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇന്ന്. അതുപോലെ നമുക്ക് നാളെ ഇല്ല, നമ്മൾ ഇന്ന് ഫ്രൈഡേ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മൺഡേ ആണ് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേസ് ആണ് നമ്മുടെ സെഷൻ. അപ്പോൾ ഇനി നമ്മൾ മൺഡേ കാണാൻ പോകുന്നത്. ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. അടിച്ച് പൊളിക്കുക, സന്തോഷമായിട്ട് നമ്മൾ ഇഷ്ടമുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, നല്ല ഫുഡൊക്കെ കഴിക്കുക, പുറത്തൊക്കെ പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വിൽ കണ്ടുമുട്ടൽ. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് എക്സാമിൻ്റെ ചാനൽ, നമ്മുടെ മെയിൻ ചാനലിൽ ബാങ്ക് എക്സാമിൻ്റെ ചാനൽ, ബാങ്കിങ് ചാനലിൽ നമ്മൾ 8 മണിക്ക് ഞാൻ IBPSൻ്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ, റെഗുലസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ആ സെഷൻ 8 മണിക്ക് കാണുക. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ബ്രേക്ക് ആഫ്റ്റർ. ഇനി നമ്മൾ മൺഡേ കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ കേട്ടോ. ബൈ.